Kerala, some municipality already use this power, and I hope others municipalities also use this power. This electrification was result of deliberate negligence by the state government of Kerala and local authorities, claiming several innocent lives. സംശയമുണ്ട് എന്ന് പറയുന്നതും ഗൂഢാലോചന എന്ന് പറയുന്നതും ഒന്നായി വ്യാഖ്യാനിച്ചത് ഞാനല്ല. അപ്പോൾ അതിനകത്ത് ഒരു ട്വിസ്റ്റ് ചെയ്ത് പോയി. അത് സംശയിക്കത്തക്ക സാഹചര്യം ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സംശയമാണ്, അത് ആരോപണമല്ല എന്നും ഞാൻ പറഞ്ഞു. ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഒരു ഗൂഢാലോചന നടത്തിയില്ലെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. മന്ത്രിക്ക് ഇപ്പോൾ ബോധോദയം ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ തെറ്റാണ്, പച്ചക്കള്ളമാണ്, അടിസ്ഥാനരഹിതമാണ്, വിവരക്കേടും അല്പത്വം, അജണ്ടയല്ല. പന്നിക്കണി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പഞ്ചായത്തിൽ കോൺഗ്രസ്സുകാരുടെ ഉപജീവന മാർഗം മുളയമ കമ്പി വെച്ച് പന്നിയെ കിട്ടിയാൽ പന്നി ചത്തുപോയാൽ അതിനെ വിറ്റ് കാശാക്കി പൈസ പോക്കറ്റിടുന്ന ആൾക്കാരുടെ പേര് കോൺഗ്രസ് ആണ്. നമസ്കാരം. ജീവനെടുത്ത നിലമ്പൂരിലെ പന്നിക്കണി വിവാദത്തിൽ വനം മന്ത്രി വീണിടത്ത് കിടന്ന് ഉരുളുകയാണ്. ഗൂഢാലോചന നടന്നെന്ന് പറഞ്ഞിട്ടില്ല എന്ന പച്ചക്കള്ളമാണ് ഇന്ന് പറഞ്ഞത്. ഇടതുപക്ഷം അകപ്പെട്ട കെണി ചെറുതല്ല എന്ന ബോധ്യത്തിൽ എം വി ഗോവിന്ദൻ ഇന്ന് ഉരിയാടിയേയില്ല. CPM-ന്റെ മലപ്പുറം കത്തി പക്ഷേ മുന പോയി എന്ന് സമ്മതിക്കില്ല. അതുകൊണ്ട് വഴിക്കടവ് പഞ്ചായത്തായി പിടിവള്ളി. അതിനു മുന്നിലായി പ്രതിഷേധം. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പന്നിക്കണി വ്യവസായത്തിന്റെ ഉള്ളുകള്ളികൾ വിജയരാഘവൻ അണികൾക്ക് വിശദീകരിച്ചു കൊടുത്തു. പക്ഷേ സകല വഴികൾ നോക്കിയാലും വഴിക്കടവ് വിവാദം ഇടതു പ്രചാരണത്തിന്റെ വഴിമുട്ടിച്ചിരിക്കുന്നു. NCPയുടെ അകത്തളത്തിലെ പടയെ പല വഴിക്കോടിച്ച് പിണറായി നിലനിർത്തിയ മന്ത്രിയാണ് നിലമ്പൂരിൽ ഇടതിനെ നിലം തൊടാതെ ഓടിക്കുന്നത്. ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. മന്ത്രിക്കെണിയിൽ കുടുങ്ങിയോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും SK സജീഷ്, കോൺഗ്രസിൽ നിന്ന് രാജു പി നായർ, മുസ്ലിം ലീഗിൽ നിന്ന് PK നവാസ്, ഇടത് സഹയാത്രികൻ ഡോക്ടർ പ്രേംകുമാർ എന്നിവർ സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ SK സജീഷ്, ഇന്നത്തെ വനമന്ത്രിയുടെ വിശദീകരണം അങ്ങ് കണ്ടല്ലോ, അതിനോടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണവും കണ്ടല്ലോ. മന്ത്രി മലക്കം മറിഞ്ഞിരിക്കുന്നു എന്നത് വ്യക്തമാണ്. അതുകൊണ്ടാണോ ഇന്നലത്തെ പോലെ അതിവേഗത്തിൽ മന്ത്രിയെ പിന്തുണയ്ക്കാനൊന്നും എം വി ഗോവിന്ദനെ എവിടെയും കിട്ടാതിരിക്കുന്നത്? എം വി ഗോവിന്ദന് ഷോക്ക് കിട്ടിയോ? ശ്രീ വേണു, നിങ്ങളുടെ ഇൻട്രോ കേട്ടപ്പോൾ തന്നെ ജമാഅത്തെ ഇസ്ലാമി UDF-ന് പിന്തുണ കൊടുത്തു, അത് മീഡിയ വണ്ണിൽ പ്രതിഫലിക്കുന്നുവെന്ന് മനസ്സിലായി. താങ്കൾ എന്തെല്ലാമാണ് പറഞ്ഞത്? ഇടതിനെ നിലം തൊടാതെ ഓടിക്കുന്നു നിലമ്പൂരിനൊക്കെയാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾക്ക് കാര്യം നന്നായി മനസ്സിലായിട്ടുണ്ട്. ഒരു ദാരുണമായ മരണമുണ്ടായപ്പോൾ ആ മരണത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തിയ ഒരു പൊറാട്ട് നാടകം, ഒരിക്കലും മനുഷ്യത്വത്തിന് ചേരാത്ത പ്രവർത്തനം, ആ പ്രവർത്തനത്തെ ആ മരണപ്പെട്ട ആളുടെ ബന്ധുവും സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാം ചേർന്ന് ഇത്തരത്തിലുള്ള നെറികെട്ട രാഷ്ട്രീയ പ്രവർത്തനം നടത്തരുത് എന്ന് നിങ്ങളുടേതുൾപ്പെടെ എല്ലാ മാധ്യമങ്ങളിലൂടെയും പറയുന്നത് നാട്ടുകാർ കേട്ടിട്ടുള്ളതാണ്. ഗവൺമെൻറ് സ്പോൺസേഡ് കൊലപാതകമാണ് എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവ് ചാമക്കാലയൊക്കെ വരുമ്പോൾ അത് എന്താണ്, അവരുടെ മുഖത്തുള്ള ഭാവം എന്താണ് എന്നും അതിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്നും, ഇത് സ്നേഹമല്ല, താല്പര്യമല്ല, ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ് എന്നെല്ലാം മനസ്സിലാക്കാൻ മലയാളികൾക്ക് നല്ലവണ്ണം കഴിയും. അതിൽ നിന്ന് കോൺഗ്രസ് വല്ലാതെ പ്രതിസന്ധിയിൽപ്പെട്ടു പോയി. അവസാനം നിങ്ങൾ സ്ഥാനാർത്ഥി തന്നെ, UDF സ്ഥാനാർത്ഥി തന്നെ ഞങ്ങൾ പ്രതിയെ പിടിച്ചു എന്നറിഞ്ഞപ്പോൾ പിന്നെ പിൻവലിച്ചു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് ഊരിപ്പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പുറത്ത് ഈ കോൺഗ്രസിൻ്റെ നേതാവ് ഈ ജ്യോതികുമാർ ചാമക്കാല തൻ്റെ ഫേസ്ബുക്കിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ പിൻവലിച്ച് ഓടിപ്പോകുന്ന കാഴ്ചയും കണ്ടു. ഇതെല്ലാം മലയാളികളും അതുപോലെ തന്നെ നിലമ്പൂരുള്ള ജനങ്ങളും കണ്ടിട്ടുള്ളതാണ്. ഇവിടെ വനമന്ത്രി ഇന്നലെ പറഞ്ഞതും ഇന്ന് പറഞ്ഞതിലെ പൊരുത്തക്കേടും അത് കണ്ടോ ഇല്ലയോ? അല്ല, വനം മന്ത്രി പറഞ്ഞ കാര്യം എന്താണ്? വനം മന്ത്രി പറഞ്ഞത് ഈ സംഭവം ഒരു ഗൂഢാലോചനയാണ്, ഈ കൊലപാതകം ഒരു ഗൂഢാലോചനയാണ് എന്നല്ലല്ലോ. അതായത് അതിനെ തുടർന്നുണ്ടായ ചില ഗൂഢമായ പ്രവർത്തനങ്ങളുണ്ട്. അതാർക്കാണ് അത്തരം സംശയമില്ലാത്തത്? ആ സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. നിങ്ങൾ ചില ആളുകളൊക്കെ വാക്കിൽ പിടിച്ച് പലതും ചെയ്യാൻ വേണ്ടി അങ്ങനെയല്ല സജീഷേ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ നോക്കുന്ന ഒരാളാണ്. കാഴ്ചയുണ്ട്. ഞാൻ പറയട്ടെ, ഒരു സെക്കൻഡ് സജീഷേ. ഇന്ന് മന്ത്രി പറഞ്ഞത് താങ്കൾ പറഞ്ഞതുപോലെയാണ്.
ഈ സംഭവം, ഈ അപകടമരണം ഒരു ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതിനുശേഷം നടന്ന കാര്യങ്ങൾ ആണ് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ സ്വഭാവമുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അങ്ങ് കേട്ടതാണല്ലോ. അതിൻ്റെ ഒരു ഘട്ടത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഈ അവസരം ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ ഈ സംഭവത്തെക്കുറിച്ചൊരു സംശയമുണ്ടെന്നാണോ വനമന്ത്രി പറയുന്നത്? അപ്പോൾ സജീഷ്, ആ ചോദ്യം വ്യക്തമാണ്. ആ സംഭവത്തിന് ശേഷമുള്ള കാര്യമല്ല, ആ സംഭവം തന്നെ ഒരു അവസരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഈ സംഭവത്തെക്കുറിച്ചൊരു സംശയമുണ്ടെന്നാണോ വനമന്ത്രി പറയുന്നത്? സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മറുപടി, വീട്ടുകാരൻ അറിയില്ല എന്ന് പറയുന്നു, വൈദ്യുതി വകുപ്പ് പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നു, കണക്ഷന് വേണ്ടി അവർ അപേക്ഷിച്ചില്ലെന്ന് പറയുന്നു, വനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വന്യജീവികളെ പിടികൂടാൻ വൈദ്യുതി ഉപയോഗിക്കാൻ പാടില്ലെന്ന കേന്ദ്ര നിയമം തന്നെ നിലവിലുണ്ട്. ആ നിയമങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇതറിയാത്തവരല്ല ഇത് ചെയ്തിട്ടുള്ളത് എന്ന ഒരു ധാരണയാണ് ഇപ്പോൾ ആ പ്രദേശത്തുള്ള വ്യാപകമായ ചർച്ച. അപ്പോൾ തീർച്ചയായും ഗവൺമെൻറ് അത് പരിശോധിക്കും, അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ചോദ്യം, ആരാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് സംശയിക്കുന്നത്? ഉത്തരം, തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആ ഗുണഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്തതാണോ? ഒരു വിഷയദാരിദ്ര്യം ഇപ്പോഴും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ പ്രതിപക്ഷവും BJPയും അനുഭവിക്കുന്നുണ്ട്. അതിനിതേവരെ തണുത്തുറഞ്ഞു പോയ പ്രചാരണത്തെ ഒന്ന് കൊഴുപ്പിക്കാനുള്ള ഒരു സ്റ്റാർട്ടർ എന്ന നിലയിൽ ഇങ്ങനൊരു സംഭവം ബോധപൂർവം ഉണ്ടാക്കിയെടുത്താൽ സാധിക്കുമല്ലോ. പാവപ്പെട്ട കർഷക ജനതയുടെ വികാരങ്ങൾ തട്ടിയുണർത്താൻ കഴിയുമല്ലോ. ആ വികാരം ഗവൺമെൻറ്റിനെതിരെ മാറ്റാൻ കഴിയുമല്ലോ എന്നാലോചിച്ചിട്ടുണ്ടാകുമെന്ന് ചിന്തിക്കുന്നതിൽ യുക്തിയില്ല എന്ന് പറയാൻ സാധിക്കില്ല. സജീഷ, മറുപടി. ഏതായാലും താങ്കൾ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അതിനനുസൃതമായൊരു സമയം കൂടി ഇടപെടാതെ എനിക്ക് തരുമെന്ന് ഞാൻ ന്യായമായും പ്രതീക്ഷിക്കുകയാണ്. ഒന്ന്, ഇവിടെ ഈ സംഭവം ഉണ്ടായപ്പോൾ, ദാരുണമായൊരു മരണമുണ്ടായപ്പോൾ ആശുപത്രിക്ക് മുന്നിൽ പോയി വഴി തടയുകയും ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കുകയും ഒക്കെ ചെയ്ത അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ആ ഘട്ടം കാണുമ്പോൾ ന്യായമായും ഈ കോൺഗ്രസിൻ്റെ പ്രവൃത്തിയെ ആർക്കാണ് സംശയത്തോടെ കാണാതിരിക്കാൻ വേണ്ടി കഴിയുക? നിങ്ങൾ മാധ്യമങ്ങൾ പല വിഷയങ്ങളും ചർച്ച ചെയ്യുമ്പോൾ അവസാനം അത് എത്തി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് മലയാളികൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും ഇത്തരം ഒരുപാട് ഗിമ്മിക്കുകൾ കാണിക്കാറുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണല്ലോ വാളയാറിലെ അമ്മയുണ്ടായത്. മൊട്ടയടിച്ച് ഈ പറഞ്ഞ സകല മണ്ഡലങ്ങളിലും ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കൊണ്ടു നടന്ന സ്ത്രീയാണല്ലോ. പിണറായിക്കെതിരായി അവസാനം ധർമ്മടത്ത് കൊണ്ടുപോയി മത്സരിപ്പിക്കുകയും ചെയ്തു, കുഞ്ഞുടുപ്പ് ചിഹ്നമാക്കിയിട്ട്. പക്ഷേ ഇപ്പോൾ CBI അന്വേഷിച്ചപ്പോൾ അവർ തന്നെയാണ് പ്രതി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ്. ഓരോ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ഓരോ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. നാദാപുരത്ത് ഒരു സ്ത്രീയെ നിസ്കാരപ്പായയിൽ ബലാത്സംഗം ചെയ്തു എന്ന് പ്രചരിപ്പിച്ച് ആ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചത് അന്ന് UDF അല്ലേ? അവസാനം കോഴിക്കോട് പ്രസ് ക്ലബിൽ പത്രസമ്മേളനം നടത്തി അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് ആ സ്ത്രീയും ഭർത്താവും പറഞ്ഞത് നമ്മുടെ മുന്നിലുള്ള കാര്യമല്ലേ? ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ? മുടിമുറച്ച കോൺഗ്രസിൻ്റെ നേതാവ് സതിയെ നമുക്ക് ഓർമ്മയുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ CPM പ്രവർത്തകരാണ്, ഇടതുപക്ഷക്കാരാണ് ചെയ്തത് എന്ന് മാലോകരോട് മുഴുവൻ വിളിച്ചു പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ ഇങ്ങനെ പല ചർച്ചയും നടത്തിയിട്ടുണ്ട്. അവസാനം കേസ് അന്വേഷിച്ചപ്പോൾ അവർ തന്നെയാണ് മുടി മുറിച്ചത്. കോൺഗ്രസിൻ്റെ MLA ആയ ശെൽവരാജ് അദ്ദേഹത്തിൻ്റെ വീടിന് തീയിട്ടിട്ട് അത് ഇടതുപക്ഷത്തിൻ്റെ തലയിൽ ചാർത്തിയിട്ടില്ലേ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ? അവസാനം പ്രതിയായത് ശെൽവരാജും ശെൽവരാജിൻ്റെ കൂട്ടാളിയുമാണ് എന്ന് നമ്മൾ കണ്ടതല്ലേ? അതുപോലെ തന്നെ നിരവധി തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും ഒടുവിൽ ഇതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് മറ്റൊരു അനുഭവം ഉണ്ടല്ലോ. ഇത് ഒരു സ്ത്രീയുടെ, ഒരു യുവതിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം, പോലീസിനെതിരായിട്ടുള്ള വാർത്തകൾ, പോലീസിനെതിരായിട്ടുള്ള ചർച്ചകൾ, ഇതെല്ലാം കൊണ്ടുവന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച്. ഈ നിലമ്പൂരിൻ്റെ തൊട്ടടുത്തല്ലേ വിഷ്ണു എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ്, മാർച്ചിലെ അധ്യക്ഷൻ, ഉദ്ഘാടനം ചെയ്യാൻ ഇപ്പോൾ ആളെ കൂട്ടുന്ന നിലമ്പൂരിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ. ആ ഉദ്ഘാടനത്തിൻ്റെ മുമ്പേ അവിടെ പ്രതിയെ പിടിച്ചപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിൻ്റെ വീട്ടിൻ്റെ ഉമ്മറത്തുള്ള കോഴിക്കൂടിൻ്റെ അടിയിൽ നിന്നാണ് ആ ശവശരീരം കിട്ടിയത്. ഇത് നമ്മുടെ മുന്നിലുള്ള അനുഭവമല്ലേ? അപ്പോൾ ഇവരെന്ന് പറയുന്നത് ഓരോ ഘട്ടത്തിലും ഇങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. ഈ നിലമ്പൂരിൽ തന്നെ രാധ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് ഓഫീസിലെ അവിടെ വൃത്തിയാക്കാൻ വേണ്ടി വരുന്ന സ്ത്രീയെ അതിഭീകരമായി കൊലപ്പെടുത്തിയിട്ട് ചാക്കിൽ കെട്ടിയിട്ട് കൊണ്ടുപോയി തള്ളിയത് നമ്മുടെ മുന്നിലുള്ള അനുഭവമല്ലേ? ഇങ്ങനെയെല്ലാം പല ഘട്ടത്തിലും ചെയ്തവരും എന്നിട്ട് പലതും പ്രചരിപ്പിച്ചവരും ഒക്കെയാണിവർ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇവരെന്തും ചെയ്യും. അതുകൊണ്ട് ഇത്തരം ഒരു മരണമുണ്ടായപ്പോൾ ആ മരണത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ അവിടെ ഒരു കാര്യം കാണേണ്ടതുണ്ട്. സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്നെല്ലാം ജനങ്ങളുടെ മുന്നിലേക്ക് പറയുമ്പോൾ ഇതൊക്കെ
കണ്ടു നിൽക്കുന്ന ജനങ്ങളാണ്, അവർക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയും ഇങ്ങനെ പലതും ഇവർ ചെയ്തിട്ടുണ്ടെന്ന്. അത് തന്നെ മന്ത്രി പറഞ്ഞിട്ടുള്ളൂ, ഇവരങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല എന്ന്. നാളെ ശ്രീ വേണു, ഞാനൊരു കാര്യം പറയാം, ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശ്രീ വേണു ഒരു ഒറ്റ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ശ്രീ വേണു, നമ്മളിങ്ങനെ പല ചർച്ചയ്ക്കകത്തും ഇരുന്നിട്ടുണ്ട്. ആ ചർച്ചയിലെല്ലാം ഇതുപോലെ പല കുറ്റപ്പെടുത്തലും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അതെല്ലാം സത്യങ്ങൾ തെളിയുമ്പോൾ, പല സംശയങ്ങളും പലതും തെളിഞ്ഞു വരുമ്പോൾ അവിടെയൊക്കെ വന്നിട്ടുള്ളത് ഈ പറഞ്ഞ മാധ്യമങ്ങൾ മാലയിട്ട് പൂജിച്ച് കൂടെ നിർത്തി താലോലിച്ച ഈ കോൺഗ്രസും UDF ആയിരുന്നു എന്നുള്ളത് ചരിത്രം പഠിപ്പിക്കുന്നില്ലേ? കേരളത്തിലെ മാധ്യമങ്ങളെ പഠിപ്പിക്കുന്നില്ലേ? ഇനിയും ഒരുപാട് ഉദാഹരണങ്ങൾ വേണമെങ്കിൽ പറയാനുണ്ട്. ഈ രീതിയിലെ ഇതിനെ കാണാൻ വേണ്ടി കഴിയൂ. മന്ത്രിയും അത്രേ പറഞ്ഞിട്ടുള്ളൂ, അതിലപ്പുറത്തേക്കൊന്നും മന്ത്രിയും പറഞ്ഞിട്ടില്ല. ശരി, ശ്രീ രാജു പി നായർ മറുപടി. ഇവിടെ ചോദ്യം മുഴുവൻ അനന്തുവിനെ സംബന്ധിച്ചും അനന്തുവിന്റെ മരണത്തെ സംബന്ധിച്ചും പക്ഷേ ബഹുമാനപ്പെട്ട CPI പ്രതി അതൊഴിച്ച് ബാക്കിയല്ല പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താ ഇവിടെ വിഷയം? ഇവിടെ വിഷയം ഈ കുട്ടി മരണപ്പെടുന്ന സാഹചര്യത്തിന് ഒഴിവാക്കിയ കേബിള്, ആ കേബിള് ഞങ്ങൾ ഇന്ന് അവരുടെ വീട്ടിൽ പോയിരുന്നതാണ്. ആ കേബിള് 2 ആഴ്ചയോളമായിട്ട് അവിടെ അത്തരത്തിൽ കണ്ട് നാട്ടുകാർ KSEB അറിയിച്ചിരുന്നു. KSEBക്ക് കൃത്യമായിട്ട് വൈദ്യുതി മോഷണം നടക്കുന്നുവെന്നും ഇത് അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും പരാതി ലഭിച്ചിട്ട് എന്തുകൊണ്ട് KSEB നടപടിയെടുത്തില്ല? KSEB നടപടിയെടുക്കാത്തതിന്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ നോക്കണം. മെയ് 26-നാണ് ഇതിന് സമീപത്ത് മറ്റൊരാൾ ഇതേ രീതിയിൽ കൊല്ലപ്പെട്ടത് ഇല്ലേ? മാസങ്ങൾക്ക് മുമ്പാണ് ഒരു ചെത്തുതൊഴിലാളി, ഒരാള് തെങ്ങുകയറ്റ തൊഴിലാളി ഇതേ രീതിയിൽ പന്നിക്കൂട് നിന്ന് വൈദ്യുതാകേറ്റം മരണപ്പെടുന്നത്. അപ്പോൾ കൃത്യമായിട്ട് സാധാരണ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത്തരം സാഹചര്യം ഉണ്ടാകുമ്പോൾ അധികൃതരെ അറിയിക്കുകയാണ്. അധികൃതരെ അറിഞ്ഞിട്ടും ഒരു നടപടിയും എടുക്കാതെ ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള മരണം ഉണ്ടായത്. അത് നിരന്തരമായിട്ട് ഉണ്ടാവുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇതിനെ സർക്കാർ സ്പോൺസേഡ് കില്ലിംഗ് എന്ന് പറയുന്നത്. കാരണം ജനങ്ങളെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് പല രീതിയിലുണ്ട്. ഇപ്പൊ ഇവര് മാംസം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തടയുന്നതിന് വേണ്ടി ഈ സർക്കാർ ഒരു നടപടി എടുക്കുന്നില്ല, കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ 5 വർഷത്തെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ എടുത്താൽ മതി. ഞാൻ വേണമെങ്കിൽ വിശദമായിട്ട് പറയാം. ഒരു പ്രവർത്തനവും പരമ്പരാഗതമായ രീതിയിൽ നടത്തുന്നില്ല. പുതിയ സങ്കേതങ്ങളുണ്ട്, ആ പുതിയ സങ്കേതങ്ങൾ ചെയ്യുന്നില്ല. ചൂട് കാലത്തും അല്ലെ അത്രയുള്ള കാലത്തും ഈ വന്യമൃഗങ്ങൾ പുറത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? അവരുടെ കൃഷി സംരക്ഷിക്കാൻ, അവരുടെ ജീവൻ സംരക്ഷിക്കാൻ അവർ സ്വയം പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. രാജു, പക്ഷേ ഈ വഴിക്കടവിലെ സംഭവം ഇത് രണ്ടിനും ബാധകമായതാണോ? കൃഷി നശിപ്പിക്കുന്നത് തടയാനുള്ള ഭാഗമായിട്ടായിരുന്നോ? വന്യമൃഗ ശല്യത്തിനെതിരെയുള്ളതായിരുന്നോ? അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് വഴിക്കടവിലെ സംഭവം അതല്ല, അവിടെ മാംസം വെക്കുന്നതിന് വേണ്ടി ആയിരുന്നു എന്ന് വർഷം. ഞങ്ങൾക്ക് വഴിക്കടവിലെ മാത്രം സംഭവമായിട്ടല്ലല്ലോ ഇത് കാണുന്നത്. ഇത് നിലമ്പൂർ മുഴുവൻ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവരുടെ കൃഷിസ്ഥലങ്ങളെയും അവരുടെ സ്വത്തും ജീവനും സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങൾ സ്വയം പ്രതിരോധത്തിലേക്ക് മാറേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ആ സ്വയം പ്രതിരോധത്തിലേക്ക് മാറുന്ന സാഹചര്യം മുതലെടുത്തുകൊണ്ടാണല്ലോ കച്ചവടം നടക്കുന്നത്. ഒരു പക്ഷേ KSEB വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കിക്കോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അതിന്റെ കൂട്ടത്തിൽ ഈ കച്ചവടത്തിന് പോവുകയാണ്. അപ്പോൾ സർക്കാർ സംവിധാനം പൂർണ്ണമായി പരാജയപ്പെട്ടത് കൊണ്ട് ഉണ്ടായ മരണങ്ങളാണ് ഇതെല്ലാം. ഒരു സെക്കൻഡ് രാജു നമ്മൾ വഴിക്കടവിനെ വേറൊരു രൂപത്തിലാണ് കാണേണ്ടത് എന്ന് താങ്കൾ ഭാഗികമായി സമ്മതിക്കുമ്പോഴും ഈ വന്യമൃഗശല്യം, അതിനെ പ്രതിരോധിക്കേണ്ട അവസ്ഥ വരുന്നു, നിസ്സഹായരായ ജനങ്ങൾ അതിൻ്റെ ഭാഗമായി കച്ചവടം തെഴുക്കുന്നു എന്നൊരു യുക്തിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതിനെ എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുക? ഒരർത്ഥത്തിൽ താങ്കൾ ഈ വിജീഷിനെ പോലെയുള്ളവർ ഇനിയും ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊള്ളട്ടെ, ആദ്യം വന്യജീവി മനുഷ്യ സംഘർഷം പരിഹരിക്കപ്പെടട്ടെ, അതുവരെ ഈ പറയുന്ന മൃഗവേട്ടയും ഈ പറയുന്ന പന്നി മാംസ കച്ചവടവും നടക്കട്ടെ, അതിൻ്റെ ഭാഗമായി ഇനി ഏതെങ്കിലും അനന്തുമാർ ബലിയാടാക്കപ്പെടുന്നെങ്കിൽ ആകപ്പെടട്ടെ എന്നൊരു നിലപാടിന് തുല്യമായ സമീപനമാണ്. അങ്ങനെയാണോ അങ്ങെടുക്കേണ്ടത്? അങ്ങെടുക്കേണ്ടത് അമരമ്പലം പഞ്ചായത്തുമായി ബന്ധപ്പെട്ടല്ലേ? ഇപ്പൊ വഴിക്കടവിനോടടുത്ത് തന്നെ അമരമ്പലം പഞ്ചായത്ത്. ഒറ്റ സെക്കൻഡ് സാർ, അവിടുത്തെ ഭരണസമിതി LDF ആണ്. രാഷ്ട്രീയം കാണേണ്ട ഒറ്റ സെക്കൻഡ്. 2 ആഴ്ചയ്ക്ക് മുമ്പ് 24 കാട്ടുപന്നികളെ കൊന്നു. ഒരു വിജീഷും അവിടെ ഈ പറയുന്ന കെണിവെച്ച് പിടിച്ചിട്ടല്ല ഈ 24 കാട്ടുപന്നികളെ വകവരുത്തിയത് അല്ലേ? അപ്പോ എങ്ങനെയാണ് പഞ്ചായത്തുകൾക്ക് ചെയ്യാൻ കഴിയുക കാര്യങ്ങൾ? അത് ഈ പറയുന്ന അമരമ്പലം പഞ്ചായത്ത് കാട്ടുന്നു. എങ്ങനെയാണ് ഈ പറയുന്ന വിനീഷുമാരെ പോലെയുള്ള ഒരു സമാന്തര ശൃംഖലയെ ഉണ്ടാക്കുക, സമാന്തര കച്ചവടം ഉറപ്പാക്കുക? അത് വഴിക്കടവും ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ എന്തേ അങ്ങ് കാണാത്തത്?
അല്ല വേണു അങ്ങയുടെ ചോദ്യം എനിക്ക് വളരെ കൃത്യമായിട്ട് അത് എന്നിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ചോദ്യം ഒരു മാധ്യമ പ്രവർത്തകന്റെ കൂർമ്മ ബുദ്ധിയാണെന്ന് എനിക്കറിയാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പഞ്ചായത്തിന്, ഈ വഴിക്കടവ് പഞ്ചായത്തിന് തൊട്ടപ്പുറമാണല്ലോ മമ്പാട് പഞ്ചായത്തുള്ളത്. ആ മമ്പാട് പഞ്ചായത്തിൽ 7 പേര് പന്നികൾ കുത്തിയിട്ട് ആശുപത്രിയിലാ ഇപ്പോഴും. CPM അല്ലേ ഭരിക്കുന്നത്. അപ്പൊ എന്താ വഴിക്കടവിൽ ചെയ്യാൻ പറ്റാത്തത് മമ്പാടും ചെയ്യാൻ പറ്റാത്തതാണല്ലോ. പക്ഷെ അവിടെ പന്നിവേട്ടയും പന്നിമാംസ വിൽപ്പനയും നടക്കുന്നില്ല ശ്രീ രാജു പി നായർ. മമ്പാടിന്റെ കാര്യം ഒരു കഴിവുകേട് എന്ന നിലയിൽ നിങ്ങൾക്ക് വിമർശിക്കാം. കഴിവുകേട് എന്ന നിലയിൽ വിമർശിക്കാം. വേണു മാംസവേട്ട നടത്തിയിട്ടുള്ളവർക്ക് ഒരു ദാക്ഷിണ്യവും കൊടുക്കാത്ത ശിക്ഷ ഉറപ്പാക്കണം. പക്ഷെ സർക്കാരിന്റെ പരാജയമല്ലേ ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ആ പരാജയം ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ അന്ന് ഉയർത്തിയ പ്രതിഷേധമാണ്. ആ ഉയർത്തിയ പ്രതിഷേധത്തിൽ അതിനെ ഇത്തരത്തിൽ ചിത്രീകരിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ മന്ത്രി? ഒരു മനുഷ്യന് ചേരുന്ന രീതിയിലാണോ പറഞ്ഞത്? 15 വയസ്സുള്ള ഒരു കുരുന്ന്, ആ കുരുന്ന് കൊല്ലപ്പെട്ടപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഉണ്ടായ പ്രതിഷേധം. ആ പ്രതിഷേധത്തെ പിറ്റേ ദിവസം രാവിലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊലപാതകം എന്നുള്ള രീതിയിലല്ല. അദ്ദേഹത്തോട് അന്ന് തന്നെ ചോദിച്ചല്ലോ, നിങ്ങൾ ഈ പ്രസ്താവന പിൻവലിക്കുന്നുണ്ടോ? അപ്പൊ എന്താ പറഞ്ഞത്? സർക്കാർ സ്പോൺസർഡ് കില്ലിംഗ് എന്നുള്ള വാക്ക് പിൻവലിച്ചാൽ ഇത് പിൻവലിക്കാം. ഒരു മന്ത്രിക്ക് ഒരു കൊലപാതകത്തിൽ ദുരൂഹത ആരോപിക്കാൻ ഒരു വിശദാംശവും കയ്യിലില്ലാതെ ചെയ്യാൻ പറ്റുമോ? നട്ടലുണ്ടോ ആ മന്ത്രിക്ക്? മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ട് ശരിയാണ്. ശരി, വനമന്ത്രിയുമായി ബന്ധപ്പെട്ട അങ്ങയുടെ വിമർശനം ഒരു വാദമെന്ന ശരി. അല്ല, ഒരു സെക്കൻഡ്. പക്ഷേ മറുവശത്ത് നിങ്ങൾക്കെതിരെ വരുന്നൊരു ചോദ്യമുണ്ട്. അതാണ് സജീഷ് ഇപ്പൊ വഴിക്കടവുമായി ബന്ധപ്പെടുത്തി ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി. അതെന്തുകൊണ്ടാണ് വഴിക്കടവുമായി നേരിട്ട് ബന്ധമില്ല എന്ന് അങ്ങ് പറയുമ്പോഴും നാളെ വേണമെങ്കിൽ സജീഷ് നിരത്തിയ പട്ടികയിൽ വഴിക്കടവും ഉൾപ്പെടാം എന്ന സാധ്യതയാണ് അദ്ദേഹം മുന്നുദാഹരണങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളോട് ചൂണ്ടിക്കാട്ടുന്നത്. അല്ലാതെ വഴിക്കടവിന് മറുപടി പറയാതിരിക്കുകയല്ല സജീഷ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അതിന് മറുപടി. ഒരു സെക്കൻഡ്, ഒരു ചെറിയ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ 2 മാസം മുൻപ് പുത്തിരിപ്പാടത്ത് മറ്റൊരാൾ, ഒരു തെങ്ങുകയറ്റ തൊഴിലാളി, അദ്ദേഹം പുത്തൻ വീട്ടിൽ രാമകൃഷ്ണൻ എന്ന കുഞ്ഞുകുട്ടൻ, കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകൻ, ഇങ്ങനെ ദുരന്തമുണ്ടായപ്പോൾ ഒരാളങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയുന്നു അവിടുത്തെ LDF സ്ഥാനാർത്ഥി സ്വരാജ്. അപ്പോൾ അന്നില്ലാത്ത കൊടിപിടുത്തവും ഈ 1.5 മണി വരെയുള്ള ഉപരോധവും പ്രതിഷേധവും അനന്തുവിന്റെ കാര്യത്തിൽ ഉണ്ടായതിൽ സ്വാഭാവികമായും സംശയം ഉയരില്ലേ? രാഷ്ട്രീയ വിമർശനം ഉയരില്ലേ? അല്ല വേണു, അത് ഞാൻ പറയാം. ഇത് മാത്രമല്ല, വേറെ സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അബ്ദുൾ റഷീദ് എന്ന ഒരാൾക്ക് ഇതേപോലെ സമാനമായ സാഹചര്യം ഉണ്ടായല്ലോ. നോക്കൂ, ഒരു മരണം നടക്കുന്നു, അത് വൈകാരികമായ തലത്തിലേക്ക് മാറുമ്പോഴാണ് പ്രതിഷേധം വരുന്നത്. എന്താ, 3 കുട്ടികൾ ഇതിനകത്ത് എഫക്ട് ചെയ്യപ്പെടുന്നു. അതിൽ 15 വയസ്സുള്ളൊരു വിദ്യാർത്ഥി മരണപ്പെടുന്നു. 2 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ജീവനോട് മല്ലിട്ടടക്കുന്നു. ആ സമയത്ത് ജനങ്ങളുടെ വൈകാരികത ഉയർന്നില്ലേ? എന്താ പറയാ, മണി കരുളായിൽ മരണപ്പെട്ടപ്പോൾ അവിടെ പ്രതിഷേധം ഉണ്ടായില്ലേ? മൂത്തേടത്ത് സരോജിനി കൊല്ലപ്പെട്ടപ്പോൾ പ്രതിഷേധം ഉണ്ടായില്ലേ? എന്തേ ജിഷ കൊല്ലപ്പെട്ടത് ഒരു തെരഞ്ഞെടുപ്പ് സമയത്താണല്ലോ. പെരുമ്പാവൂർ CPM എന്താ ചെയ്തത്? അതല്ലേ മറുപടി പറയേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഈ രാധയുടെ കൊലക്കേസാണോ ഈ വഴിക്കടവിലെ ഈ അനന്തുവിന്റെ മരണവുമായിട്ട് താരതമ്യം ചെയ്ത് പറയേണ്ടത്? രാധയുടെ സംഭവം ശരിയാണ്, ഒരു കൊലപാതകം ഉണ്ടായി, അയാളെ ശിക്ഷിച്ചു. അയാളെ ശിക്ഷിച്ചതിന് അയാളുടെ കൂട്ടുനിന്ന പ്രതിക്ക് അയാൾ പോയപ്പോ അപ്പീൽ പോയപ്പോ അയാൾക്ക് ശിക്ഷ ഒഴിവായി. അയാൾ നീ നാട്ടിലില്ല. അന്ന് കേരള സർക്കാർ പറഞ്ഞത് ആ ബിജുവിനെതിരെ ഞങ്ങൾ അപ്പീൽ പോകുന്നതാണ്. സജീഷ് പറയാം, സജീഷ് രാധാ കൊലക്കേസ് പറഞ്ഞുകൊണ്ട് വയ്ക്കുകയാണ്. ആ രാധാ കൊലക്കേസിൽ മേൽക്കോടതി ശിക്ഷ ഒഴിവാക്കിയ ആ ബിജുവിനെ ശിക്ഷ തിരിച്ചു മേടിച്ചു കൊടുക്കാൻ നിങ്ങൾ അപ്പീൽ പോയോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ചർച്ചകളിൽ വന്ന് നിങ്ങൾക്ക് ഈ പറയുന്നതിനപ്പുറം, ഏതെങ്കിലും ഒറ്റപ്പെട്ട കൊലപാതകങ്ങൾ എടുത്ത് പറയുന്നതിനപ്പുറം നിങ്ങൾക്ക് ഇതിനകത്തൊന്നും യാതൊരു ആത്മാർത്ഥതയില്ല. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം ഒരു ജനകീയ സമരത്തെ ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ഷാനുവിന്റെ അമ്മ പറഞ്ഞത് നിഷേധിക്കാൻ കഴിയുമോ? ഒറ്റ സെക്കൻഡ് അന്നൊന്ന് വഴങ്ങിയാൽ സജീഷ് വേഗം. ശരി, എന്നിട്ട് രാജുവിലേക്ക് വരാം. ഒറ്റ സെക്കൻഡ് സജീഷ് വേഗം. സജീഷ് നേരിട്ടുള്ള ചോദ്യമായതുകൊണ്ട് ഒരു സെക്കൻഡ് ശ്രീ രാജു ഒന്ന് വഴങ്ങൂ. സജീഷ് വേഗം. ശ്രീ രാജു, ഞാൻ അധിക കാര്യങ്ങളിലൊക്കെ ഒന്നും കടക്കുന്നില്ല. താങ്കൾക്ക് വായിൽ തോന്നുന്നതും പറയുന്നതിൻ്റെ ഇടയ്ക്ക് വസ്തുതാവിരുദ്ധമായി കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. രാധാ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിട്ടുണ്ട് കേരള സർക്കാർ. ആ അപ്പീലിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. തൽക്കാലം രക്ഷപ്പെട്ടെന്ന് കരുതരുത്. പിന്നെ രാധ
കൊല്ലപ്പെട്ടത് ഓട്ടോ ഇടിച്ചിട്ടല്ല, നിങ്ങളുടെ കോൺഗ്രസിന്റെ ഓഫീസിൽ നിന്ന് അതിദാരുണമായി കൊലപ്പെടുത്തിയിട്ട് അവസാനം എന്ത് ചെയ്തു? ദാരുണമായി കൊലപ്പെടുത്തിയിട്ട് കോൺഗ്രസിന്റെ പതാകയിൽ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുപോയി ചാക്കിൽ കെട്ടി വെള്ളത്തിൽ താത്തിയത്. ഇതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്നതാണ്. അതിമ ഓർമ്മിപ്പിക്കാതെ ഇരിക്കുന്നതല്ലേ നിലമ്പൂരിൽ രാധയുടെ മരണം നല്ലത്? രാധയുടെ സഹോദരനും കുടുംബവും ഒക്കെ ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ കൂടെ അല്ല, കോൺഗ്രസ് ഓഫീസിലെ ജീവനക്കാരിയായിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ അപമാനിക്കുകയാണ്. ഒരു തരത്തിൽ മന്ത്രി ഗൂഢാലോചന എന്ന് പറയുമ്പോ അല്ല, രാധയുടേത് രക്തസാക്ഷിത്വമല്ലേ? കൂട്ടിച്ചേർത്തുകൊണ്ട് അല്ല, താങ്കൾ എങ്ങനെയാണ് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത്? താങ്കൾ ഇപ്പോൾ അപ്പീൽ പോയിട്ടില്ല എന്നതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഇപ്പൊ അനുവദിച്ച ശ്രീ വേണു ഒറ്റ സമയം ഒറ്റ മിനിറ്റ് എന്തിനാ ഇത്തരത്തിൽ ജനങ്ങളെ മുന്നിൽ അപമാനിതരാവുന്നത്? എന്തിനാ അപമാനിതരാവുന്നത്? അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അല്ല, ഞാൻ അപമാനിതനാവാം. അല്ല രാജു, അങ്ങയുടെ ചോദ്യത്തിന് മറുപടി സജീഷ് മറുപടി പറഞ്ഞു. സജീഷ് മറുപടി പറഞ്ഞു. അല്ലല്ല, സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോയിട്ടുണ്ട്. ഞാൻ ഒറ്റ മിനിറ്റ് ഒന്ന് പറയട്ടെ. അനന്തുവിന്റെ കുറ്റമാണെന്നോ? അനന്തുവിന്റെ കുറ്റം കൊണ്ടാണോ മരിച്ചത്? നിങ്ങളുടെ സംവിധാനത്തിൽ അനന്തുവിന് സംരക്ഷണം കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ മരിച്ചത്? അതിനെ രാധയുടെ കൊലക്കേസായിട്ടാണോ നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എന്ത് മനസ്സ് നിങ്ങളുടെ എത്രമാത്രം പൈശാചികമാണ്. അങ്ങനെയാണെങ്കിലല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെയൊക്കെ വിജയരാഘവന്റെയും വളരെ പൈശാചികമാണ്. ആന്റണിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മൃഗീയമാണ്, പൈശാചികമാണ്. അല്ലല്ല വേണു, എനിക്കൊരു ചെറിയൊരു സമയം തരണം, ചെറിയൊരു സമയം. ചെറിയ സമയം എനിക്ക് തരണം, പറഞ്ഞോട്ടെ. ആ പാവപ്പെട്ട വിദ്യാർത്ഥിയുടെ മരണത്തെ നിങ്ങൾ എന്ത് വൃത്തികേടാണ് ആ മനുഷ്യൻ വിളിച്ചു പറയുന്നത്? ശ്രീ വേണു, ഇതെന്താണ് വിളിച്ചു പറയുന്നത്? നിങ്ങൾ എന്താണ് വിളിച്ചു പറയുന്നത്? ആരെ അപമാനിക്കുന്നു? താങ്കൾക്ക് സ്ഥിരബുദ്ധിയില്ല എങ്കിൽ എന്തെങ്കിലും വിളിച്ചു പറയരുത്. ഞാൻ എന്താ അപമാനിച്ചു? നിങ്ങൾ അപമാനിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറ, ശ്രീ വേണു ആവശ്യമായ സമയം തരണം. അദ്ദേഹം എന്താണ് വിളിച്ചു പറയുന്നത്? ആരെ അപമാനിക്കുന്നു? ഉണ്ടാക്കിയിരുന്നത് പറ. അല്ലാണ്ട് രാധയുടെ കൊലക്കേസും എടുത്തല്ല പ്രതിരോധിക്കേണ്ടത്. സജീഷ് മറുപടി കേൾക്കാം. പിഞ്ചു കുഞ്ഞിനെ അപമാനിക്കുന്ന നീചന്മാർ, എനിക്കൊരു സമയം തരണേ ശ്രീ വേണു. നാണമുണ്ടോ ഒരു ചർച്ചയിൽ വന്നിരുന്നിട്ട് ഇമാതി തെമ്മാടിത്തരം പറയാൻ? നാണമുണ്ടോ? ശ്രീ വേണു ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ജ്യോതികുമാർ ചാമക്കാലയുടെ ആ ബാധ ഒഴിഞ്ഞെങ്കിൽ എനിക്ക് അല്പം സമയം തരണം. പറയാം സജീഷ് വേഗം. അല്ല, എനിക്ക് മറ്റതിഥികളിലേക്ക് പോകണം. സമയമാണ് തന്നത്. എനിക്കധികം നീട്ടേണ്ട കാര്യമില്ല. നിങ്ങൾ തുണി കൊടുക്കാതെ പോയ ആൾക്കാരും ഉണ്ടല്ലോ നിങ്ങളുടെ സമരത്തിൽപ്പെട്ടവര്. ഞാനും ഉണ്ടായിരുന്ന സമരത്തില്. ജ്യോതികുമാറിന്റെ ബാധ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ആരുടെ മുണ്ടാണ് കോൺഗ്രസ്സുകാർ പറിച്ചെറിഞ്ഞെന്നൊക്കെ ഞാൻ പറയണോ? നിങ്ങൾ എന്താണ് ഈ കോൺഗ്രസിന്റെ കുറ്റങ്ങൾ സ്വയം വിളിച്ചു പറയുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഈ ചർച്ചയിൽ ഉടനീളം നിങ്ങൾ കോൺഗ്രസ്സുകാർ ചെയ്ത നെറികേടുകൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് എന്തിനാണ്? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ അനന്തുവിന്റെ മരണത്തെക്കുറിച്ച് നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞ തെമ്മാടിത്തരം, മന്ത്രി ഉൾപ്പെടെ പറഞ്ഞ തെമ്മാടിത്തരം, കാര്യം പറ. ശരി ശ്രീ രാജു, സജീഷ് രണ്ടുപേരിലേക്ക് വരാം. സജീഷ് വരാം. അല്ല, ഞാനിപ്പോ വേഗം സജീഷിലേക്ക് വന്നാൽ വീണ്ടും രാജുവിന്റെ ഞാനതിലേക്ക് വരാം. ഒരു ഘട്ടത്തിൽ ഞാൻ വരികയും അങ്ങ് ആ കാര്യം വ്യക്തമാക്കുകയും പ്രേക്ഷകർ കേട്ടതാണ്. സുപ്രീം കോടതി വരെ അപ്പീലിന് പോയിട്ടുണ്ട്. ഞാൻ വരാം സജീഷെ, ഇതിലൊരു വാശി വേണ്ട. ശ്രീ പി കെ നവാസ് ഇവിടെ രണ്ട് ചോദ്യങ്ങളാണ് ഉയരുന്നത്. സജീഷ് ഒരു സെക്കൻഡ്, അല്ല അങ്ങ് ഒരു വാശി പിടിക്കില്ല, അങ്ങേലേക്ക് വരാം. ശ്രീ പി കെ നവാസ്, ഇവിടെ ഈ പറയുന്ന വഴിക്കടവ് പഞ്ചായത്ത് അതൊരു മര്യാദയാണെന്ന് എനിക്ക് തോന്നുന്നു, അത്രേ ഉള്ളൂ. സജീഷെ അതല്ല, ശരി പോട്ടെ. അടുത്ത റൗണ്ടിൽ ഒന്ന് സഹകരിക്കുക. ശ്രീ പി കെ നവാസ്, ഇവിടെ 2600ഓളം കാട്ടുപന്നികളെയാണ് കഴിഞ്ഞ ഒരു വർഷം വെടിവെച്ചു കൊന്നിട്ടുള്ളത്. എങ്ങനെ? തദ്ദേശ സ്ഥാപനങ്ങളുടെ മുൻകൈയിലാണ്. 2022 സർക്കാരിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തിരിക്കുന്നതാണ് അത്. അങ്ങയുടെ മലപ്പുറത്ത് തന്നെ അമരമ്പലം പഞ്ചായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലായിരുന്നു അത്. 24ഓളം കാട്ടുപന്നികളെ വകവരുത്തി. അതിൻ്റെ ചിത്രമടക്കം അവരൊക്കെ ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തു. കൂൾ ബാറിലിരിക്കുന്ന ചിത്രമല്ല കേട്ടോ, നവാസിനെ അതുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ഈ 24 ക്ഷുദ്രജീവികളായ കാട്ടുപന്നികളെ കൊന്നൊടുക്കി അതിൻ്റെ ചിത്രമാണ്.
അത് കർഷകർക്ക് വേണ്ടിയാണ്, അത് വന്യമൃഗത്തിൻ്റെ ഭീഷണിയിൽ കഴിയുന്ന നാട്ടുകാർക്ക് വേണ്ടിയുള്ളതാണ്, കെണിവെച്ചുള്ളതായിരുന്നില്ല അത്. അപ്പോൾ ഈ കാര്യം ചൂണ്ടിക്കാട്ടപ്പെടുമ്പോൾ അതിപ്പോൾ UDF എന്താണ് അനന്തുവിനെ അപമാനിക്കലാകും എന്ന തോന്നലുണ്ടാക്കുന്നത്? അല്ല ശ്രീ വേണു, ഞാൻ യഥാർത്ഥത്തിൽ കൗതുകത്തിലാണ് ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. എത്ര സമർത്ഥമായാണ് SK സജീഷ് ഒരു പിടി കളവുമായി വന്നിട്ട് ഈ ചർച്ചയെ വഴിതിരിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ രാജു പി നായർ വൈകാരികമായി പ്രതികരിക്കുന്നു എന്ന്. ഇരിക്കാൻ കഴിയുമോ വേണു? നോക്കൂ, നിങ്ങൾ എത്ര സമർത്ഥമായി ആദ്യത്തെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സമയമെടുത്ത് പച്ചക്കളവുകൾ നിരന്തരമായി പറഞ്ഞ് ഒരു തെളിവുമില്ലാത്ത, എവിടെയെങ്കിലും റെക്കോർഡിക്കലായി രേഖപ്പെടുത്തിയിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ നിരന്തരമായി കളവായി പറഞ്ഞിട്ട് ഈ ചർച്ചയെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന നോക്കൂ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ ഈ പഞ്ചായത്ത് ഈ അനന്തുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു, അതാണല്ലോ ഏറ്റവും വലിയ തർക്കം. ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത് ആരാണ് രാഷ്ട്രീയമായി ഉപയോഗിച്ചത്? ഇന്ന് മന്ത്രി യൂട്ടേൺ അടിച്ചത് നിങ്ങളിപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട വേണുവിൻ്റെ ഇൻട്രോയിൽ തന്നെ പറഞ്ഞല്ലോ, മന്ത്രി യൂട്ടേൺ അടിച്ചു. എന്തുകൊണ്ടാണ് യൂട്ടേൺ അടിക്കേണ്ടി വന്നത്? അത് അദ്ദേഹം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകം വേണു പറയാൻ മറന്നുപോയി. ഇവിടെ ഈ അപകടം നടക്കുമ്പോൾ തന്നെ മലപ്പുറത്ത് സമരം നടക്കുകയായിരുന്നു, പ്രകടനം ആരംഭിച്ചിരുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ചെറുപ്പക്കാരനെ, 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു 15 വയസ്സുള്ള ചെറുപ്പക്കാരനെ ഈ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി UDF കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു, അല്ലെങ്കിൽ UDF കൊലക്ക് കൊടുത്തു. ആ രൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം ഉണ്ടായത്. ഇത് എത്ര വലിയ ഹീനമായൊരു കാര്യമാണ്. നോക്കി, ഇനിയിപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം പഞ്ചായത്ത് ഏറ്റെടുക്കണം എന്നാണോ ഇവർ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നേരത്തെ ഇവിടെ രാജു പി നായർ സൂചിപ്പിച്ച കഴിഞ്ഞ മെയ് മാസം 26-ാം തീയതി മരണപ്പെട്ടു പോയ റഷീദ്, ആ റഷീദ് മരണപ്പെട്ടു പോയത് ഈ മുനിസിപ്പാലിറ്റിക്കകത്താണല്ലോ. മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന CPM ആണല്ലോ. അതിൻ്റെ ഉത്തരവാദിത്വം CPM-ന്റെ മുനിസിപ്പൽ ചെയർമാൻ ഏറ്റെടുക്കോ? അങ്ങനെയാണോ CPM-ന്റെ നിലപാട്? അങ്ങനെയാണെങ്കിൽ ആ മരണത്തിന് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് മുനിസിപ്പൽ ചെയർമാൻ അല്ലേ? അല്ലല്ലോ. അന്നും നിങ്ങൾ നടത്തിയ എന്താണ്? ഇവിടുത്തെ ഞാൻ തടസ്സപ്പെടുത്തുകയല്ല, അത് പന്നിവേട്ടയായിരുന്നോ, പന്നി മാംസമായിരുന്നോ അതിന്റെ പിന്നിലുള്ള കച്ചവട കണ്ണ്? അങ്ങേക്ക് തുടരാം. ആയിരുന്നു. അതിന്റെ വാർത്തകൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഞാൻ ഇന്ന് അദ്ദേഹത്തിന്റെ സഹോദരനുമായി നേരിട്ട് ഫോണിൽ സംസാരിച്ചു. ഇതുപോലെ സമാനമായ രൂപത്തിൽ പന്നി മാംസം വിൽപ്പന ആവശ്യത്തിന് വേണ്ടി അനധികൃതമായി KSTBയുടെ ലൈൻ ഉപയോഗിച്ച് അത് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ആ കെണിയിൽ മീൻ പിടിക്കാൻ വേണ്ടി പോയ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന മനുഷ്യൻ അതിൽ പെടുകയും അവിടെ മരിച്ചു കിടക്കുകയും മണിക്കൂറുകൾ കഴിഞ്ഞ് കണ്ടെത്തുകയും ചെയ്തതാണ്. വാർത്തകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ വേണമെങ്കിൽ ശ്രീ വേണുവിന് അയച്ചു തരാം. അത് മുനിസിപ്പാലിറ്റിക്കകത്ത് നടക്കുമ്പോൾ പ്രതിസ്ഥാനത്ത് ആരാണ്? മുനിസിപ്പാലിറ്റി ചെയർമാനാണ്. അവിടെയാണ് ഇവർ ചോദിക്കുന്നത്, അപ്പോൾ എന്തേ പുലർച്ചെ 1:30 വരെയുള്ള റോഡ് ഉപരോധം ഉണ്ടായില്ല? അപ്പോൾ എന്തേ ഇത് സിസ്റ്റം നടത്തിയ കൊലപാതകമാണ് എന്ന് പറഞ്ഞുള്ള പ്രതിഷേധം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല? ശ്രീ വേണു, ഞാൻ പറയാം. ഞങ്ങൾ UDF-ന്റെയും LDF-ന്റെയും BJP-യുടെയും എല്ലാ നേതാക്കന്മാരും ഈ നിയോജക മണ്ഡലത്തിനകത്തുണ്ട്. സ്വാഭാവികമായി സ്പോണ്ടേനിയസ് ആയി ഉയർന്നു വരുന്ന ചില സമരങ്ങൾ ഉണ്ടാവും. ജ്യോതികുമാർ ചാമക്കാലയായാലും രാജു പി നായരായാലും ഞാനായാലും ഉൾപ്പെടെ ഞങ്ങൾ ഈ നിയോജക മണ്ഡലത്തിലാണ് ഉള്ളത് കഴിഞ്ഞ ഒരാഴ്ച കാലമായി. ആ സമയത്ത് സ്വാഭാവികമായി സമരം നടക്കുമ്പോൾ അതിന് ധാർമ്മികമായ മുമ്പിൽ നിൽക്കുക എന്ന ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇത് ഇത്ര മണിക്ക് റോഡ് ഉപരോധിക്കണം, 9:30 മണിക്ക് റോഡ് ഉപരോധിക്കണം, 1:30 മണിക്ക് അതിന് ഉദ്ഘാടനം നടത്തണം, അങ്ങനെ പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു കാര്യമല്ലല്ലോ. കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടു പോകുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾ സ്വാഭാവികമായി ഉയർന്നു വരുന്ന ഒരു വികാരം, ആ വികാരത്തിൽ ഞങ്ങൾ ഈ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അതിന്റെ കൂടെ നിൽക്കുന്നവർ മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അന്ന് മെയ് മാസം 26-ാം തീയതി തിരുവനന്തപുരത്തുള്ള പിന്നെ ജ്യോതികുമാർ ചാമക്കാല എന്തേ വന്നില്ല എന്ന് ചോദിക്കുന്ന എന്ത് യുക്തിയുള്ള ചോദ്യമാണ്? ഞങ്ങൾ ഈ നിയോജക മണ്ഡലത്തിലുണ്ട്, ഞങ്ങൾ എല്ലാവരും ഇവിടെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി മെയ് മാസം 26-ാം തീയതി ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ, ഇവിടുത്തെ ലീഗ് നേതാക്കന്മാർ, ഈ നിയോജക മണ്ഡലത്തിലെ നേതാക്കന്മാർ അവർ സമരത്തിന് നേതൃത്വം കൊടുക്കും. ജ്യോതികുമാർ ചാമക്കാല തെരഞ്ഞെടുപ്പായതിന് ഇവിടെയുണ്ട്, രാജു പി നായർ തെരഞ്ഞെടുപ്പായതിന് ഇവിടെയുണ്ട്, ഞങ്ങൾ എല്ലാവരും തെരഞ്ഞെടുപ്പായതിന് ഇവിടെയുണ്ട്. അതുകൊണ്ട് സമരം നടക്കുമ്പോൾ സ്വാഭാവികമായി പ്രതിപക്ഷം എന്ന രീതിയിൽ ഞങ്ങൾ അതിന് മുമ്പിൽ പോയി നിൽക്കും, അതിന് നേതൃത്വം കൊടുക്കും. അത് ഞങ്ങളുടെ ധാർമ്മികമായ ബാധ്യതയല്ലേ. ഇനി വേണം ഒരു കാര്യം പറയട്ടെ, ഇതിൽ ആരാണ് പ്രതി? ഇന്ന് എല്ലാവരും സംസാരിക്കുമ്പോൾ പറയുന്നത് എന്താണ്? ഒരു സെക്കൻഡ് ശരി, നിങ്ങൾ എല്ലാവരും കൂടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ഒരു അസാധാരണ സാഹചര്യം. 15-കാരനാണ്, അതുകൊണ്ട് അതിൻ്റെ ഒരു വൈകാരിക തലം ഇതെല്ലാം സമ്മതിച്ചു. റഷീദും ഒരു മനുഷ്യജീവൻ തന്നെയാണല്ലോ. അത് ഈ പറയുന്ന അന്ന് ഇതൊക്കെ പ്രതിഷേധമൊക്കെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്നു. ഈ രൂപത്തിൽ വരാതിരുന്നതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് നേതാക്കന്മാരെല്ലാം അവിടെ തമ്പടിച്ചിരുന്നത് കൊണ്ടാണ് എന്നുമൊക്കെ അങ്ങ് പറയുന്നുണ്ട്. പക്ഷേ പന്നിവേട്ടയ്ക്കെതിരെ, ഈ പന്നിക്കെണികൾക്കെതിരെ വലിയ ജനകീയ പ്രതിരോധത്തിലേക്ക് പോകാൻ നിങ്ങൾ ആരെങ്കിലും മുൻകൈ എടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും പഞ്ചായത്തുകൾ അതിനോട് കണ്ണടയ്ക്കുന്നു എന്ന വികാരം നിങ്ങൾ പങ്കുവെച്ചിട്ടുണ്ടോ? വേണുവിന് എന്താണ് ഇത്ര പെട്ടെന്ന് മറവി ബാധിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ 2 കാര്യം പറയാം. ഒന്ന്, ഞങ്ങൾ തമ്പടിച്ച മാത്രമല്ല എല്ലാ മീഡിയകളും ഇവിടെയുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായി കേരളത്തിൽ നിങ്ങൾ അന്ന് പ്രാധാന്യം കൊടുക്കാത്ത വാർത്തക്ക് ഇന്ന് പ്രാധാന്യം കൊടുത്തത് കൂടി ഇതിന് പ്രധാനമായിട്ടുണ്ട്. പിന്നെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ 2 മാസം മുൻപ് ഈ മലയോര മേഖലയിലൂടെ ദിവസങ്ങൾ നീണ്ട ജാഥ നടത്തിയത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടല്ലേ?
വന്യജീവികളും ജനങ്ങൾ ആക്രമിക്കുന്നു, എനിമൽ പിന്നെ കോൺഫ്ലിക്റ്റ് പന്നിവേട്ട, പന്നിമാംസ വിൽപ്പന, ആ കച്ചവടക്കാരൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ പന്നിവേട്ടയും പന്നിമാംസ വിൽപ്പനയും മാത്രമല്ലെന്ന്, ഇത് ഈ മലയോര മേഖലയിൽ കൃത്യമായി നിരന്തരമായി നടക്കുന്ന പ്രശ്നങ്ങളാണ്. ഒരു ഇൻസിഡന്റ് അല്ല, ഈ എല്ലാ ഇൻസിഡന്റും വെച്ചാൽ ഞങ്ങൾ നടത്തിയത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഇവിടെ ഞങ്ങളുടെ ഈ ജാഥ നടക്കുന്ന സമയത്ത് അവിടേക്ക് ഈ പറയുന്ന PV അൻവർ ഉൾപ്പെടെ കടന്നു വരുന്നതും രംഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആ സമയത്ത് ചർച്ച ചെയ്ത വിഷയം എന്താണ്? പന്നിവേട്ടയും ഈ പറയുന്ന ആനയും പുലിയും എല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. ചർച്ച ചെയ്യാതിരുന്നിട്ടില്ല. നിങ്ങൾ മാധ്യമങ്ങൾ അത് മറന്നു വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ശല്യമോ, ഒരു സെക്കൻഡ്, കൃഷിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സെക്കൻഡ് ബുദ്ധിമുട്ടോ ഒന്നുമല്ല വിനീഷ് എന്ന് പറയുന്ന ഒരാളുടെ മനസ്സ് അല്ലേ? വിനീഷ് ഇപ്പൊ MV ഗോവിന്ദൻ പറഞ്ഞ വാക്കുകൾ ഞാൻ അദ്ദേഹം പറഞ്ഞത് ആവർത്തിക്കുകയാണ്. ഞാനതിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പറയുന്നു എന്നല്ല അങ്ങ് കരുതേണ്ടത്. അല്ലെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ദേശാമനി 1-ാം പേജിലെ വാർത്തയിലുമുണ്ട്. ഈ സംഭവം നടക്കുമ്പോൾ, ഈ 15-കാരൻ അവിടെ പിടഞ്ഞു മരിക്കുമ്പോൾ ഈ വിനീഷ് അവിടെയുണ്ട്. അപ്പോഴും കുടുങ്ങിയത് പന്നിയാണോ എന്ന കച്ചവടക്കണ്ണായിരുന്നു അയാൾക്ക് അപ്പോഴും ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഈ 2 കുട്ടികൾ അയൽപക്കത്തേക്കൊക്കെ ഓടിപ്പോയി അവർ വന്ന് ഈ ഫ്യൂസ് ഊരിയത് കൊണ്ടാണ് അനന്തുവിലേക്ക് മാത്രമായി ആ ദുരന്തം അവസാനിച്ചത്. അല്ലെങ്കിൽ ഇതേ പ്രായമുള്ള 5 പേരുടെ ജീവൻ കൊടുക്കേണ്ടി വരുമായിരുന്നുവെന്ന്. അപ്പോൾ എത്ര വലിയ നഗ്നമായ നിയമലംഘനമാണ് നടക്കുന്നത്, എത്ര വലിയ കച്ചവടക്കണ്ണോടെ മനുഷ്യൻ്റെ ജീവന് മനുഷ്യൻ വില കൊടുക്കാതിരിക്കുന്ന സാഹചര്യം അവിടെയുണ്ട്. വന്യമൃഗം വന്ന് മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്നു എന്ന് പറയുന്നതിൽ വിവേകിയല്ല. വന്യമൃഗം എന്നത് ഒരാനുകൂല്യമായി കൊടുത്താൽ വിനീഷിനെ പോലുള്ളവരെ വളരാൻ അനുവദിക്കുന്ന മനസ്സിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? നവാസെ, നിങ്ങളുടെ കൺമുന്നിൽ നടക്കുന്ന കാര്യമല്ലേ അത്? അല്ല ശ്രീ വേണു, അങ്ങനെ ഒരു മനുഷ്യൻ, മൃഗതുല്യമായ ഒരു മനുഷ്യന് പെരുമാറിയതിന് ആരാണ് പ്രതിയാക്കേണ്ടത്? ഞാൻ അത് പറയാനാണ് വരുന്നത്. എന്നെ വേണു അനുവദിക്കുന്നല്ലോ അത് പറയുന്നതിന്. വിനീഷ് എന്ന് പറയുന്ന ഇത്തരത്തിൽ മനുഷ്യത്വമില്ലാത്ത ഒരു മനുഷ്യരൂപം അദ്ദേഹം ചെയ്തു വെച്ചൊരു പ്രവർത്തനത്തിൽ നമ്മുടെ അനന്തു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയി. മറ്റൊരാൾ ഗുരുതരമായ അവസ്ഥയിൽ 2 പേർ ആശുപത്രി കിടക്കുന്ന, ഒരാളുടെ നില ഗുരുതരമാണ്, അദ്ദേഹം റിക്കവർ ചെയ്ത് വരുന്നു. ഞാൻ ചോദിക്കുന്നത് ഇതിന് ആരാണ് ഉത്തരവാദി? അതാണല്ലോ ചോദ്യം. വേണു ചോദിക്കുന്ന ചോദ്യം അതാണല്ലോ. വേണു, ഞാൻ പറഞ്ഞ അതിന് ഉത്തരവാദി ആരാണ്? ഈ പരിക്ക് പറ്റിയ ഷാനുവിന്റെ അമ്മ രജനി പറയാണ്, ഇതാ ഇവിടെ കമ്പിവേലി വെച്ചിട്ട് ഇങ്ങനെ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് അനധികൃതമായി വലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഞങ്ങൾ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ആരാ ഷാനുവിന്റെ അമ്മ രജനി? CPM-ന്റെ പ്രവർത്തകയല്ലേ? അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളല്ലേ? രജനി പറയുന്നു, ഞങ്ങളുടെ മക്കൾ ഇങ്ങനെ ഇതിൽ കുടുങ്ങിപ്പോകുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെ ഇങ്ങനെ കറണ്ട് അനധികൃതമായി വലിച്ച് പന്നിവേട്ട നടത്തുന്നുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ KSCB മൗനം പാലിച്ചോ? അപ്പൊ ആരാ കുറ്റക്കാരൻ? ഈ വിനീഷ് മാത്രമാണോ? KSCB കുറ്റക്കാരനല്ലേ? KSCB-ന്റെ ഉത്തരവാദിത്തം വഹിക്കുന്ന ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റ് ഉത്തരവാദിത്തം ഏറ്റെടുക്കണ്ടേ? ഞങ്ങൾ ഈ വിനീഷ് ഇതിനു മുൻപും സമാനമായ കേസിൽ പ്രതിയാണ് എന്ന് പറയുമ്പോൾ, ഇങ്ങനെ ഒരു പരാതി ഉണ്ടാകുമ്പോൾ പോലീസ് കൺസേൺ ആവണ്ടേ? പോലീസിന് അവിടെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കണ്ടേ? പോലീസ് അതിന് അലേർട്ട് ആവേണ്ടിയിരുന്നില്ലേ? പോലീസ് അലേർട്ടായോ? പോലീസ് എന്തെങ്കിലും ആക്ഷൻ എടുത്തോ? പോലീസ് ഉത്തരവാദിയാവണ്ടേ? വനം വകുപ്പ് ഇതിൽ ഉത്തരവാദിയാകണ്ടേ? അപ്പൊ ഇതിൽ ഉത്തരവാദിയാകേണ്ടത് ആരാണ്? ഒരു വിനീഷ് മാത്രമല്ല. വിനീഷ് അത്യന്തം ഹീനമായ ഒരു പ്രവർത്തനം നടത്തി, വൃത്തിഹീനമായ മനസ്സുകൊണ്ട് അവിടെ ലാഭം കണ്ടുകൊണ്ട് അവിടെ മനുഷ്യജീവനെ പോലും പൊലിഞ്ഞു പോകുന്ന ഒരു ഘട്ടത്തിൽ വിനീഷ് പ്രവർത്തിച്ചു. പക്ഷേ അതിന്റെ പേരിൽ ആരാണ് ജാഗ്രത പാലിക്കേണ്ടിയിരുന്നത്? പരിക്ക് പറ്റിയ ഷാനുവിന്റെ അമ്മ രജനി പറയുന്നു, ഞങ്ങൾ ഈ അപകടത്തെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിരുന്നു. നിശബ്ദമായിരുന്ന KSCB, നിശബ്ദമായ പോലീസ്, നിശബ്ദമായ വനം വകുപ്പ്, ഇതെല്ലാം കഴിയുമ്പോൾ ഒരു വനമന്ത്രി വന്നിട്ട് ഇതാ ഇവിടെ ഇത് ആസൂത്രിതമായി ചെയ്തതാണ് എന്ന് പറയുക. വിജയരാഘവൻ ഇന്നലെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ചാനലിൽ കാണിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ലേ? ഇത് മനുഷ്യത്വരഹിതമായ കോൺഗ്രസുകാർ പുതിയ ഒരു തരത്തിൽ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുകയാണ്. ആ പറഞ്ഞ മനുഷ്യർ ഇന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരികയാണ്. ജനങ്ങളെ കബളിപ്പിക്കൽ യഥാർത്ഥത്തിൽ വേണ്ടി ഇവർ ചെയ്യുന്നത്. ജനങ്ങളെ കബളിപ്പിക്കൽ ഇവർ ചെയ്യുന്നത്. പറയാം, അവസാനിപ്പിക്കട്ടെ. നിങ്ങളൊരു പക്ഷേ ഞാനൊന്ന് പറഞ്ഞോട്ടെ വേണു, ഒറ്റ മിനിറ്റ് ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. വേണു ഒരു പക്ഷേ ഈ നിലമ്പൂരിലെ നിങ്ങളുടെ റിപ്പോർട്ടർമാരെ വിളിച്ച് ചോദിക്കണം, ഇവിടുത്തെ ഒരു മാനസികാവസ്ഥയുണ്ട്. എന്താണെന്നറിയോ? അത് ഇന്നലെയുള്ളതല്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് പൊതുവെയുള്ള മാനസികാവസ്ഥ 1600 പരം ആളുകൾ ഇത്തരത്തിൽ ഈ പറയുന്ന കൊലപാതകങ്ങൾക്ക് കേരളത്തിൽ വിവിധയിടങ്ങൾ ബാധിക്കുമ്പോൾ, ഇവിടുത്തെ 5 പഞ്ചായത്തുകൾ ഇതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അവർ ഓരോ നിമിഷവും പ്രയാസത്തിലും പ്രതിസന്ധിയിലും മുന്നോട്ട് പോകാൻ. ആ സമയത്താണ് നേരത്തെ രാജു പി നായർ പറഞ്ഞതുപോലെ കമ്പിവേലി കെട്ടാൻ, അതുപോലെ തന്നെ ആനമതിൽ കെട്ടാൻ, ആനക്ക് കുഴി കുഴിക്കാൻ, ഇത്തരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കൊന്നും 5 പ്രതിരോധ
പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഒരു രൂപ പോലും ചെലവഴിക്കാത്ത ഒരു ഗവൺമെന്റ് ഇപ്പൊ ഇവിടെ വന്നിരുന്നിട്ട് ഇവര് കഴിഞ്ഞ കാലങ്ങളിൽ കുറെ കാലത്തെ കള്ളക്കണക്കുകൾ പറഞ്ഞുകൊണ്ട് ഇവിടെ വരുന്നത്. ഒരു കാര്യം പറയാം, ഈ കെണി മന്ത്രി ഈ കെണിയിൽ കുടുങ്ങിയതാണോ എന്നല്ല, ഈ പറയുന്ന ഭരണകൂടത്തിന്റെ ഒത്താശയിൽ വെച്ചിട്ടുള്ള ഈ കെണിയിൽ മനുഷ്യർ മരണപ്പെട്ടു പോവുകയാണ്. മനുഷ്യർ മരണപ്പെട്ടു പോകുന്ന ഈ കെണിയിൽ നിസ്സംഗത കാണിക്കുന്ന ഈ സർക്കാർ, നിലമ്പൂർ എന്ന് പറയുന്ന ഈ കെണിക്കകത്ത് ഈ മന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ഈ സർക്കാർ ഉൾപ്പെടെ ഈ കെണിയിൽ കുടുങ്ങുമെന്ന കാര്യത്തിൽ, ജനങ്ങളുടെ കെണിയിൽ കുടുങ്ങുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കവുമില്ല. ഈ മരണത്തെ പോലും രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചത് കോൺഗ്രസ് അല്ല, UDF അല്ല, ലീഗ് അല്ല, അത് ഈ മന്ത്രിയാണ്, CPM സംസ്ഥാന സെക്രട്ടറിയാണ്. അവരാണ് ആദ്യമായി ഇതൊരു കൊന്നുണ്ടാക്കിയതാണ് എന്ന രൂപത്തിലേക്കുള്ള ഒരു പ്രചരണം നടത്തിയത്. ഇതൊക്കെ ഈ ജനങ്ങൾക്ക് തിരിയും. അവരുടെ വേദനയെ, വികാരത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഈ മന്ത്രിയെയും മന്ത്രികൂടത്തെയും ഈ നിലമ്പൂർ കെണിയിൽ വെച്ച് ജനങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ശരി, ഡോക്ടർ പ്രേംകുമാർ, സജീഷ്, ഞാൻ ഇടവേളയ്ക്ക് ശേഷം അങ്ങയിലേക്ക് വരാം. അങ്ങ് തിടുക്കം കാട്ടരുത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഡോക്ടർ പ്രേംകുമാർ, ഏറ്റവും ഒടുവിൽ നവാസ് പറഞ്ഞ ഓരോ വാചകങ്ങളും ശരിയായ നിരീക്ഷണങ്ങളല്ലേ? അങ്ങയുടെ ബോധ്യം എന്താണ്? മാത്രവുമല്ല, അദ്ദേഹം പറയുകയുണ്ടായി, ഒരു സിസ്റ്റം, ഈ സർക്കാർ ഉണ്ടാക്കിയ ഒരു കെണിയിൽ ആണ് അനന്തുവിൻ്റെ ജീവൻ പൊലിഞ്ഞത്, ഇതിനു മുമ്പ് റഷീദ് എന്ന് പറഞ്ഞ ആളുടെ ജീവൻ പൊലിഞ്ഞത്, അങ്ങനെ ഒരുപാട് പേരുടെ ജീവൻ പൊലിയുന്നത്. വിനീഷിനെ മാത്രമായിട്ടാണോ അതിലൊരു കുറ്റക്കാരനായി നാം സ്ഥാപിക്കേണ്ടത്? വേണു, നമുക്കെല്ലാവർക്കും വളരെ ലളിതമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്, എപ്പോഴാണ് നമ്മൾ മോശമായ ഭാഷ ഉപയോഗിക്കുകയും വയലൻ്റായിട്ട് സംസാരിക്കുകയും ചെയ്യുക, നമ്മൾ ഡിഫെൻസിലാകുമ്പോഴാണ്. ഈവൻ മീഡിയ വണ്ണിൻ്റെ ടൈറ്റിലിനോട് കൂടുതലുള്ള എൻ്റെ വിയോജിപ്പ് ഞാൻ പറയട്ടെ. പന്നിക്കണി എന്നുള്ളതിൻ്റെ പാരഡി പോലെ മന്ത്രിക്കണി എന്ന് പറയുന്നതിൻ്റെ ഒരു ഭംഗിയില്ലായ്മ, ഒരു ഔചിത്യമില്ലായ്മ വേണുവിനെ പോലുള്ള ഒരു ആങ്കർ ആദ്യം തിരിച്ചറിയണമെന്ന് ഞാൻ പറയാണ്. അതുപോലെ തന്നെ നിങ്ങൾ എഴുതി കാണിക്കുന്നു MV ഗോവിന്ദനെ കാണാനില്ല എന്ന്. MV ഗോവിന്ദനെ കണ്ടവരുണ്ടോ എന്നാണ് എഴുതി കാണിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഇത്ര വയലൻ്റ് ആയിട്ട് സംസാരിക്കുന്നതെന്ന് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. നിങ്ങൾ തന്നെ ഇൻട്രോയിൽ കൺക്ലൂഡ് ചെയ്യുന്നത് ഈ വഴിക്കടവിലെ ഈ ദാരുണമായ മരണം കാരണം LDFന് അതിൻ്റെ ക്യാമ്പയിൻ ബ്ലോക്ക് ചെയ്യപ്പെട്ട അവസ്ഥയിലെത്തി എന്നാണ് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. എന്തിനാണ് ഇത്ര വയലൻ്റ് ആയിട്ട്? നമ്മളെക്കാളും സെൻസ് ഓഫ് പ്രൊപ്രൈറ്റിയും ഇൻ്റലിജൻസും ഒക്കെ ഉള്ള ആളുകളാണ് ഇത് വായിക്കുന്നത്, കാണുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഏതൊരാളുടെ സ്വത്തിനും ജീവനും ഉണ്ടാവുന്ന അപകടം എന്നുള്ളത്, ഏതൊരു മരണവും സ്റ്റേറ്റിന്റെ ഫെയിലിയർ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുന്ന സമയത്ത്, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെടുന്നത്. കോൺഗ്രസിന്റെയും ഇന്ത്യൻ ഗവൺമെന്റിന്റെയും പരാജയം തന്നെയാണ്, അത് യാതൊരു സംശയവുമില്ല. എന്ന് കരുതിയിട്ട് ക്രിമിനലുകളായ ആളുകൾ ക്രൈം നടത്തുന്ന സമയത്ത്, ഇവിടുത്തെ വിനീഷ് ചെയ്ത പോലുള്ള ക്രൈം നടക്കുന്ന സമയത്ത് ആ ആളെപ്പറ്റി പറയാതെ പ്രാഥമികമായി അത് സ്റ്റേറ്റിന്റെ ഫെയിലിയർ ആണ്, ആ പാർട്ടിയുടെ ഫെയിലിയർ ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തു പോകുന്ന അബദ്ധം എന്താണെന്നറിയോ? ഈ ക്രൈമിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. PK നവാസ് പറയുന്നതിൻ്റെ അകത്തുള്ള കുഴപ്പം അതാണ്. KCBക്ക് എന്താണ് ആകെ ചെയ്യാൻ പറ്റുക? നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ആലോചിച്ച് നോക്കൂ. KCBയെ സംബന്ധിച്ചിടത്തോളം ഇത് വൈദ്യുത മോഷണമാണ്. വൈദ്യുത മോഷണം ഉണ്ടെന്ന് അറിഞ്ഞാൽ അവരത് തടയും. ആ നാട്ടുകാർ പറയുന്നു 7 മണിവരെ ഇവിടെ ഇങ്ങനൊരു കമ്പി തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ല, ഇങ്ങനൊരു പതിവ് ഇവിടെ ഇല്ല. ഒരു ക്രൈം ചെയ്യുന്ന ആൾ എന്ത് സിസ്റ്റം ഉണ്ടായിരുന്നാലും അതിനെയെല്ലാം അതിലംഘിച്ചുകൊണ്ട് അയാൾ ചെയ്യും. അങ്ങനെയുള്ള ഒരു ക്രൈമാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ക്രൈമിന്റെ ഉത്തരവാദിത്വം KCB ആണ്, മുഖ്യമന്ത്രിയാണ്, LDF ആണെന്ന് പറയുന്നത് പ്രാഥമികമായ ഉത്തരവാദിത്തത്തിലുള്ള ആളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് കോൺഗ്രസും UDFും ഇതിന്റെ അകത്ത് ഡിഫൻസിലായി. പക്ഷേ ഡോക്ടർ പ്രേംകുമാർ, ഞാൻ തടസ്സപ്പെടുത്തുകയല്ല. ഇത് വിനീഷ് വന്ന്, വിനീഷിനെ നമുക്ക് ആർക്കും തടയാൻ കഴിയില്ല. ഒരു വ്യക്തി നിശ്ചയിച്ചാൽ ഒന്നും അസാധ്യമല്ല എന്ന് പറയാറുണ്ട്. ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ പിന്നെ അത് സംഭവിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ ഈ ഷാനുവിൻ്റെ അമ്മ രജനി കൊടുത്ത പരാതിയുണ്ട്. ഇയാൾക്കെതിരെ തന്നെ പോലീസ് റെക്കോർഡുകളിൽ സമാനമായ കേസുകളുടെ മുൻചരിത്രമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പിന്നൊരു നോട്ടക്കുറവുണ്ടായി? വിനീഷിന് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് ആരനുവദിച്ചു കൊടുക്കുന്ന നോട്ടക്കുറവിൻ്റെതാണ്. വേണു, അതായത് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നുള്ളത് കേരളത്തെയും വളരെ ഭീകരമായിട്ട് ഗ്രസിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. സർക്കാരും LDFും മുഖ്യമന്ത്രിയും ഒക്കെ അംഗീകരിക്കുന്ന പ്രശ്നവുമാണത്. സ്റ്റേറ്റിന്റെ ഇടപെടലുകൾക്ക് വലിയ പരിമിതികളുണ്ട്. പക്ഷെ എന്താണ് അതിന് വിലങ്ങുതടയായി നിൽക്കുന്നത്? വേണുവിന് നന്നായിട്ട് അറിയുന്ന പോലെ, രാജു ബി നായർക്ക് നന്നായിട്ട് അറിയുന്ന പോലെ സെൻട്രൽ വൈൽഡ് ലൈഫ് ആക്ട് ആണ്. ഇന്ന് വന്നൊരു വാർത്തയുണ്ടല്ലോ, പന്നികളെ ക്ഷുദ്രജീവികളായി അംഗീകരിക്കണം, പ്രഖ്യാപിക്കണമെന്നുള്ള കേരളത്തിലെ MPമാരുടെ സർക്കാരിന്റെ റിക്വസ്റ്റിനോട് നോ പറഞ്ഞിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ്. നിങ്ങൾ ആദ്യം കാണിച്ച വിഷ്വൽ അതാണ്. പന്നികളെ ക്ഷുദ്രജീവികളായി അംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറല്ല. ഇതിനെതിരെ സംസാരിക്കാതെ കേന്ദ്ര ഗവൺമെന്റ് ഈ നിയമം കാലാനുസൃതമായി പരിഷ്കരിക്കാൻ അത് കൊണ്ടുവന്ന് രാജീവ് ഡോക്ടർ പ്രേംകുമാർ, പന്നികളെ ക്ഷുദ്രജീവികളാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ നിൽക്കട്ടെ. അതൊരു അവസരമായി കാണുന്ന വിനീഷിനെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് പോലീസിന് കഴിഞ്ഞില്ല?
എന്തുകൊണ്ടാണ് രജനിയുടെ പരാതി ശ്രദ്ധിക്കപ്പെടാതെ പോയത്? രജനിയുടെ പരാതി ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതിന് കൊടുക്കുന്ന വിലയാണ് അനന്തു എന്ന 15-കാരന്റെ ജീവൻ. അല്ല വേണു, ഈ ചർച്ചയുടെ ഡയറക്ഷൻ എന്നുള്ളത് വഴിക്കടവിലെ ഇൻസിഡന്റും അതിനുശേഷം കോൺഗ്രസും വനമന്ത്രിയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇലക്ഷനിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നതാണ്. ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നുള്ള സത്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കോർട്ടിലിരിക്കുന്ന ഒരു ബോൾ ആണിത് എന്ന് കരുതിയിട്ടാണ് കോൺഗ്രസ്സുകാർ അന്ന് രാത്രി സമരത്തിനും ഈ ബഹളങ്ങൾക്കും ഇറങ്ങിയിട്ടുള്ളത്. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് രാജു പി നായർ അടക്കം നിലമ്പൂരിൽ ഉണ്ടായിരുന്നു. പക്ഷേ ജ്യോതികുമാർ ചാമക്കാല മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ, ആര്യാടൻ ഷൗക്കത്ത് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അത് അബദ്ധമായി എന്നും അത് അവർക്ക് തന്നെ ബൂമറാങ് ചെയ്തു എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ നിലമ്പൂർ വന്ന് 10 നിഷ്പക്ഷരായ ആളുകളോട് ചോദിച്ചാൽ അറിയാം. കാരണം ഒരാൾ ചെയ്ത ക്രൈം എന്നുള്ളത് ഒരു സർക്കാരിനെതിരെയുള്ള, മറിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിക് ഫെൻസിൽ നിന്ന് ഷോക്കേറ്റിലാണ് ആ കുട്ടി മരിച്ചതെങ്കിൽ ചെറുതായെങ്കിൽ ഇവർക്ക് പറയാൻ പറ്റുമായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിന് മുമ്പ് ആശുപത്രിയിലേക്കുള്ള വഴികൾ അടക്കം ബ്ലോക്ക് ചെയ്തുകൊണ്ട് വൈദ്യുതി കടത്തിവിട്ട് വന്യമൃഗങ്ങളെ വകവരുത്തുക എന്ന് പറയുന്ന രീതി സാധ്യമല്ല, കേന്ദ്ര നിയമവും അതിന് വ്യവസ്ഥ ചെയ്യുന്നില്ല എന്ന് വനമന്ത്രി പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് സംഭവ്യമല്ല. അല്ല, ഒരു നിയമവും അതായത് ആനിമൽ പോച്ചിങ് അല്ലെങ്കിൽ മൃഗങ്ങളെ ഇങ്ങനെ കൊല്ലുക എന്നുള്ളത്, വൈദ്യുതി കടത്തിവിട്ട് കൊന്നിട്ട് ഇറച്ചി വിൽക്കുക എന്നുള്ളത് ഒരു നിയമം, യാതൊരു സംശയമില്ല, അത് ക്രൈമാണ്. ഞാൻ പറഞ്ഞത് ഇലക്ട്രിക് ഫെൻസിലാണ് ഈ കുട്ടിയോ ഒരു ചെറുപ്പക്കാരനോ അപകടം വന്നതെങ്കിൽ ചെറുതായിട്ടെങ്കിലും UDF ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അവിടെയാണ് ഞാൻ ഡോക്ടർ ചോദിക്കുന്നത്, അങ്ങനെ ഇലക്ട്രിക് ഫെൻസിംഗ് സാധ്യമാണോ? വനമന്ത്രി പറഞ്ഞത് അങ്ങനെ സാധ്യമല്ല. കാരണം അങ്ങനെ സാധ്യമല്ല എന്ന് അദ്ദേഹം പറയും. എനിക്കറിയില്ല, അങ്ങാണ് അത് വിശദീകരിക്കേണ്ടത് അങ്ങനെയെങ്കിൽ. അല്ല, അതായത് കഴിഞ്ഞ കുറെ വർഷമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിക് ഫെൻസിങ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്ന് മന്ത്രി പറയുന്നു. പക്ഷെ പല കൃഷിയിടങ്ങളിൽ നമുക്കറിയാം ഇലക്ട്രിക് ഫെൻസിങ് മുന്നേ ചെയ്തിട്ടുണ്ട്, തൂങ്ങി നിൽക്കുന്ന കമ്പികളൊക്കെ ഉണ്ട്. ആയിരുന്നു അപകടമെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ബഹളം ചെറുതായെങ്കിലും ഗുണം ചെയ്യുമായിരുന്നു. പക്ഷെ ഇത് കംപ്ലീറ്റ് കോൺഗ്രസിന്റെ ഡിഫൻസിലാവുകയും, അതായത് ഒരു മരണത്തിന്റെ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ മരിക്കുകയും 3 പേർ ക്രിട്ടിക്കലായിരിക്കുകയും ചെയ്യുന്ന ഒരു അർദ്ധരാത്രിയിൽ ആശുപത്രിയിലേക്കുള്ള വഴി പോലും ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇവരത് ആഘോഷിക്കുന്നത്. അതിനുശേഷമുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടു. അപ്പൊ ആ നെറേഷൻ, ആ ഇൻസിഡന്റ് UDFനെ ഭീകരമായി ഡിഫൻസിലാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് സാധാരണ സൗമ്യമായി, ലോജിക്കലായി, സിസ്റ്റമാറ്റിക്കായി ചർച്ചയിൽ പങ്കെടുക്കുന്ന എന്റെയും വേണുവിന്റെയും സുഹൃത്തായ രാജു പി നായർ ഇങ്ങനെ വയലന്റ് ആവുന്നത്. ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെടുമായിരുന്നു, എന്തിനാണ് ഇങ്ങനെ വയലന്റ് ആവുന്നത് എന്നുള്ളത്. സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. PK നവാസ് വയലന്റ് ആവേണ്ട ആവശ്യമില്ല. കാരണം മുസ്ലിം ലീഗിന്റെ ഒരു കുട്ടി പോലും ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തില്ല. നേതാക്കൾ ആരും മഹാഭാഗ്യത്തിന് ഉണ്ടായിട്ടില്ല. സ്വരാജ് നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞ, നല്ല കാൻഡിഡേറ്റ് ആണെന്ന് പറഞ്ഞ വഹാബിനെയും അബ്ദുൽ വഹാബിനെയും ഷാഫി ജാലിയത്തിനെയും പോലെ അവർ ഈ ഗുരുമാലിൽ പെട്ടിട്ടില്ല നവാസ് പങ്കെടുത്തില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഞാനൊന്ന് ഇടപെട്ടോട്ടെ വേണു, രാജു ഒറ്റ സെക്കൻഡ്. നവാസിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പരാമർശം വന്നുകൊണ്ട് ആദ്യം ശ്രീ നവാസ് വേഗം. രാജു നിശ്ചയമായും വരാം രാജു, ഞാൻ അങ്ങയുടെ അവസരം കളയില്ല. നവാസ് വേഗം. അല്ല, ഒന്ന് ശ്രീ വേണു, ഞാൻ പറയുന്നത് മറന്നു പോകണ്ട. ഞാനൊന്ന് പറഞ്ഞു, കുറെ നേരം ഇവിടെ ഇരിക്കുകയാണ്. സജീഷ് വരാം. നവാസ് വേഗം. അല്ല, പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രേംകുമാർ മാഷ് പറഞ്ഞതുകൊണ്ട് വേഗം നവാസ്. ഓർഡർ തെറ്റിപ്പോണ്ടെന്ന് വിചാരിച്ചു. 2 മിനിറ്റ് സമയം ഞാൻ അതിലേക്ക് വരുന്നതിന് എന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യം മുമ്പേ ഇപ്പോ ഇവിടെ ഇടത് സഹയാത്രികൻ ശ്രീ പ്രേംകുമാർ പറയുന്നുണ്ട്, ഇത് പിന്നെ ഭംഗിയില്ലാത്ത പേരാണ്, ഭംഗിയില്ലാത്ത ക്യാപ്ഷൻ ഉപയോഗിച്ചു. അദ്ദേഹം വളരെ ആലങ്കാരികമായി പറഞ്ഞിട്ട് ഈ വിഷയത്തെ സജീഷ് പറഞ്ഞതിനേക്കാൾ ഭംഗിയായി ന്യായീകരിക്കാൻ ഞാൻ ഇദ്ദേഹത്തെ ഒരു കാര്യം പറയാം. ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് ഞാൻ വെറുതെ ഒന്ന് പരിശോധിച്ചതാ. ഇത് ആശാസമരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏപ്രിൽ മാസം 17-ാം തീയതി അദ്ദേഹം ഇട്ട സമരമാണ്, അദ്ദേഹം ഇട്ട പോസ്റ്റാണിത്. അതിനെ ഇത്രയേറെ അപമാനിച്ചുകൊണ്ട് കേരളത്തിലെ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന ഈ സഹയാത്രികർ എന്ന് പറയുന്നവർ പോലും മൗനം പാലിച്ചൊരു സമരമായിരുന്നു. കാരണം അതിനെ തള്ളുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്ന നിലക്ക് അതിനെപ്പോലും ന്യായീകരിക്കാൻ തൊലിക്കട്ടി കാണിച്ച ഒരാൾ ഇവിടെ വന്നിരുന്നിട്ട് മുസ്ലിം ലീഗ് ഈ സമരത്തിൽ ഉണ്ടായിരുന്നില്ല, കമ്പി താഴ്ന്നു വീണ് കിടക്കുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞു. എവിടെ പറഞ്ഞിരുന്നു സാർ? ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ പെരുന്നാൾ ദിവസം ഞങ്ങൾ ഇവിടെ ഇല്ലാതിരുന്നത്. ഏത് നാട്ടുകാരനാണ്, ഏത് ചാനലാണ് നിങ്ങൾ കണ്ടത് ഇവിടെ 7 മണി വരെ കമ്പി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത്? നിങ്ങൾ ഭംഗിയായ ഭാഷയിൽ പച്ചക്കളവ് പറയരുത്. ഞങ്ങൾ UDYF ഒരുമിച്ച് ഞങ്ങൾ പിറ്റേ ദിവസം ഇവിടെ റാലി നടത്തിയതല്ലേ, ഞങ്ങളൊക്കെ അതിൽ പങ്കെടുത്തതല്ലേ. ശ്രീ നജീബ് കാന്തപുരം MLA-യും അതുപോലെ തന്നെ സന്ദീപ് ഞങ്ങളൊക്കെ സമരത്തിലുണ്ടായിരുന്നു. വിട്ടിട്ട് അദ്ദേഹത്തെ തീവ്രവാദിയാക്കാൻ തീരുമാനിച്ചൊന്നല്ല, അവൈലബിൾ ആയ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞെന്താണെന്നറിയോ? ഇത് കേന്ദ്ര സർക്കാർ അല്ല,
ഉണ്ടായിരുന്നു. അതെ, ശരി, രാജു പി നായർ ഉണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, അല്ലല്ല രാജുവിന്റെ കാര്യമല്ല ചോദിച്ചത്, അതെനിക്കറിയാം. നവാസെ, രാത്രി ഉപരോധത്തിൽ ലീഗ് ഉണ്ടായിരുന്നില്ല, അതാണ് പ്രേംകുമാർ മാഷോട് മറുപടി. സതീഷ് വരാം സതീഷ് വരും. ശരി സതീഷിലേക്കാണ് ഞാൻ വരിക. രാജുവിനോട് സഹകരിക്കണം. എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം ആദ്യം സതീഷ്, പിന്നെ രാജു. ഇടവേള. മന്ത്രിക്കണിയിൽ കുടുങ്ങിയോ എന്ന സ്പെഷ്യൽ എഡിഷൻ ചർച്ച തുടരുകയാണ്. 8 മിനിറ്റാണ് ബാക്കിയുള്ളത്. ശ്രീ സജീഷ്, ആദ്യം അങ്ങേക്ക് മറുപടി പറയാം. ശ്രീ വേണു, ഒരു കാര്യം, യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഉൾപ്പെടെയുള്ള ആളുകൾ കരുതിയത് ഇത്തരമൊരു സംഭവം ഉണ്ടായപ്പോൾ പെട്ടെന്ന് അതൊരു വന്യജീവി പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ആളുകളെ വൈകാരികമായി എടുക്കാം എന്ന് കരുതിയിട്ടാണ് ഈ മരണത്തെ അവർ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. അത് അങ്ങേയറ്റം നികൃഷ്ടമായി പോയി എന്ന് അവിടെയുള്ളവരും എല്ലാം പറഞ്ഞു. പട്ടി ഷോ കാണിക്കരുത് എന്നാണ് ഈ മരണപ്പെട്ട ആളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെ അവിടെ വെച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇവിടെ ആ സമയത്ത് സ്വരാജിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നത്? രാഷ്ട്രീയമായി കാണേണ്ട കാര്യമില്ല, അപകടമാണ്. ആ സമയത്തെത്തിയ ശ്രീ എ വിജയരാഘവൻ, CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ, അദ്ദേഹവും പറഞ്ഞത് രാഷ്ട്രീയമായി കാണേണ്ട കാര്യമുള്ള ഒരു അപകടമാണ്. അദ്ദേഹത്തെ തടയാനാണ് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ജ്യോതികുമാർ ഉൾപ്പെടെ പോയത് നമ്മൾ കണ്ടതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ജോയി അവിടെ കണ്ടില്ലല്ലോ? DCC പ്രസിഡന്റും നിലമ്പൂർ മണ്ഡലക്കാരനുമായിട്ടുള്ള ജോയിക്ക് ഈ ജ്യോതികുമാറിൻ്റെ കൂട്ടരുടെ ഈ പട്ടി ഷോക്ക്, മനുഷ്യത്വരഹിതമായ പ്രവർത്തനത്തിന് അദ്ദേഹത്തിന് ഉൾപ്പെടെ യോജിപ്പുണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അദ്ദേഹം ഇതിൽ പങ്കെടുത്തിട്ടുമില്ല. നിലമ്പൂരുകാരനായ ആൾ പങ്കെടുത്തില്ല. അപ്പോഴാണ് കൊല്ലംകാരനായ ആൾ ഇവിടെ വന്ന് ഷോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. K. മുരളീധരൻ ഈ കാര്യത്തിൽ വ്യക്തമായി പറഞ്ഞല്ലോ. മുരളീധരൻ ഇത് രാഷ്ട്രീയമായിട്ടല്ല കാണേണ്ടത്. ഇവിടെ വന്യജീവി പ്രശ്നമല്ലിത്. ഇത് എന്താണ്, ഇവിടെ ചില വ്യക്തികളാണ് വില്ലന്മാർ എന്നല്ലേ ശ്രീ K. മുരളീധരൻ പറഞ്ഞത്? ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇത് നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട് 1900 പറയട്ടെ ദയവ് ചെയ്ത്, ഞാൻ ഇത്രയേറെ വെയിറ്റ് ചെയ്തത് ഒന്ന് ചോദിച്ചതാണ്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. അല്ല എനിക്കതറിയാം താങ്കളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞോളാം. എനിക്കത് തൽക്കാലം പറയാനുള്ള അത്യാവശ്യം എനിക്ക് പറ്റുമെന്ന് ഞാൻ കരുതുകയാണ്. താങ്കളെ പോലെ ചോദ്യം ചോദിച്ചോ സുഹൃത്തെ? നിങ്ങൾക്ക് വ്യക്തികളെ നിയന്ത്രിക്കേണ്ടത്, ആ വ്യക്തിയായ കോൺഗ്രസ്സുകാരനെ നിയന്ത്രിക്കേണ്ടത് ചിലപ്പോൾ കോൺഗ്രസ് ആയിരിക്കും, ചിലപ്പോൾ അങ്ങനെയായിരിക്കും. താങ്കൾ ഇപ്പൊ അത് വെച്ചോ, ഞാൻ കൂടുതൽ ഇപ്പൊ പറയുന്നില്ല, അത് പിന്നീട് പറയാം. പിന്നെ ആ വ്യക്തി ആരെയെല്ലാമാണ് ഈ അപകടം ഉണ്ടായിട്ട് വിളിച്ചത് എന്ന് ചോദിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റുന്ന ആളുകളെ ആയിരിക്കുമല്ലോ വിളിച്ചിട്ടുണ്ടാവുക. അതൊക്കെ അവിടെ പോലീസ് പിടിച്ചല്ലോ. പോലീസ് നിങ്ങളുടെ സമരത്തിന് മുമ്പേ ആളെ പൊക്കിയത് കൊണ്ടല്ലേ കുടുങ്ങിപ്പോയത്. നവാസെ, ഞാൻ ഇപ്പൊ തർക്കിച്ച് സമയം പോക്കാൻ, തമിഴ്നാട്ടുകാരനായ അദ്ദേഹത്തെ നിയന്ത്രിക്കേണ്ടിരുന്ന ആരായിരുന്നു? അല്ലല്ല നിക്ക് നവാസേ, വിഷയം അങ്ങനത്തെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, ജനങ്ങളെ ബോധ്യപ്പെടുത്താനുണ്ട്. അല്ലല്ല പെരുമ്പാവൂർ ജിഷ വധക്കേസും അവിടെ ചെരുപ്പ് തൂക്കിയിട്ട് അന്വേഷണവും ഒക്കെ നമ്മൾ കണ്ടതാണ്. നവാസെ, ദയവ് ചെയ്ത് ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് തർക്കിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ, ഞാൻ പറയാൻ വേണ്ടി പോകുന്ന ചില കാര്യങ്ങൾ മുടക്കാൻ ഉദ്ദേശിക്കല്ലേ? എനിക്കിപ്പോ ഈ ചർച്ചയിൽ എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ആത്മാർത്ഥമായി സംസാരിക്കണ്ടേ? നവാസെ, അതിബുദ്ധി കാണിക്കല്ലേ. ശ്രീ വേണു, ഒരു കാര്യം, ഇവിടെ ഇത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്തത് ഞാൻ പറയുന്ന കാര്യങ്ങൾ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. താങ്കൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ. നവാസെ, ഞാൻ മിണ്ടി സമയം പോക്കാനില്ല. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അവിടെ പ്രതിയാകുന്ന ഫോറസ്റ്റ്, ഇതെന്ത് ഇരട്ടത്താപ്പ്? ആരാ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്? ഞാനാണോ? എത്ര സമർത്ഥമായ പറഞ്ഞല്ലോ. ഇനി എനിക്ക് എന്റെ അവസരത്തിൽ പറയാൻ അനുവദിക്കോ? മര്യാദ കാണിക്കുന്നു. ഞാൻ എന്റെ കാര്യങ്ങൾ പറയട്ടെ. എത്ര നേരമായി ഞാൻ പറയുന്നു? ഞാൻ മര്യാദയുടെ അങ്ങേ തലയിൽ നിന്ന് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ. താങ്കൾക്ക് അവസരം വരുമ്പോൾ പറയൂ. ഒരു മിനിമം മര്യാദ കാണിക്കൂ. എത്ര നേരമായി ഞാൻ ക്ഷമിച്ചുകൊണ്ട് പറയുന്നു? ഞാൻ എന്റെ അവസരത്തിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു. അതിന്റെ ഇടയിൽ താങ്കളുടെ അഭിപ്രായം കുത്തിക്കേറ്റല്ലേ? ഞാൻ പറയട്ടെ. നിങ്ങൾ ഇത്ര നേരവും പറഞ്ഞ എല്ലാ കളവും ശരിയല്ല. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ കളവായിട്ടും ക്ഷമിച്ചിരുന്നത് മര്യാദയുടെ പുറത്താണ്.
ഞാൻ ചില വസ്തുത പറയാം, അന്തസ്സുണ്ടെങ്കിൽ അതിന് മറുപടി പറയും. ഞാൻ ചില വസ്തുത പറയുമ്പോൾ അന്തസ്സുണ്ടെങ്കിൽ മറുപടി പറയും. പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമ്പോൾ ശ്രീ വേണു, താങ്കൾ ഇപ്പോൾ ഈ ചർച്ചയിലില്ലേ? പഞ്ചായത്ത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി അവിടെ ശ്രീ വേണു, താങ്കൾ ഇപ്പോൾ ഈ ചർച്ചയിലില്ലേ? അവതാരകൻ എന്നുള്ള നിലയ്ക്ക് കേൾക്കുന്നില്ലേ? നവാസ് അദ്ദേഹം ഒന്ന് പൂർത്തിയാക്കട്ടെ. ശ്രീ വേണു, നവാസ് അദ്ദേഹം ഒന്ന് പൂർത്തിയാക്കട്ടെ. മാത്രമല്ല നവാസിനെ ഇടപെട്ടാൽ എനിക്ക് രാജുവിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഞാൻ ദയവ് ചെയ്ത് വേണു, ഇന്ന് താങ്കൾ അവതാരകൻ ഈ ചർച്ചയിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഇടപെടൂ. ശരി, സതീഷ് പറഞ്ഞോളൂ. ഞാൻ ഇനിയും എനിക്ക് ശേഷം അവസരമുണ്ട്. ശ്രീ വേണു, ഒരു കാര്യം, നവാസിനൊക്കെ ചില പ്രശ്നമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇതെന്താ പ്രശ്നം? താങ്കൾ മാന്യൻ, സത്യം പറയുന്ന ലീഗിന്റെ നേതാവ്, നിൽക്കുക അവിടെ ഇരിക്കി, ഞാൻ പറയാം. അതായത് ഈ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട ഇന്നുൾപ്പെടെയുള്ള വിഷയത്തിൽ മിണ്ടിയിട്ടില്ല കോൺഗ്രസ്. ഇവിടെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന, പറയട്ടെ, മര്യാദ എന്നുള്ള ലേശം പാലിക്കൂ പ്ലീസ്. ഒരു കാര്യം, 1972 നിയമം 5-ലധികം തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ആ ഭേദഗതിയിൽ മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഭേദഗതിയെ ഉണ്ടായിട്ടില്ല. മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഭേദഗതിയെ ഉണ്ടായിട്ടില്ല. പറയട്ടെ, ആ മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഭേദഗതിയെ ഉണ്ടായിട്ടില്ല. ഈ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഇരിക്കുമ്പോഴും തൊട്ടു മുമ്പും എല്ലാം ഭേദഗതി ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞോ പിന്നെ ഈ പന്നിയെ നികൃഷ്ട മൃഗത്തിന്റെ പട്ടികയിൽപ്പെടുത്തണമെന്ന്, ഷെഡ്യൂൾ മാറ്റണമെന്ന്, ഷെഡ്യൂൾ 5 മാറ്റണമെന്ന് പറഞ്ഞോ? കുരങ്ങുൾപ്പെടെയുള്ള ജീവികളെ ഷെഡ്യൂളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞോ? അതിന് കേരളത്തിലെ സർക്കാർ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചപ്പോൾ കോൺഗ്രസ് ഉണ്ടാക്കി വെച്ച നിയമം, ആ നിയമം ജനങ്ങൾക്കെതിരാണ്, അതൊന്ന് മാറ്റിത്തരണമെന്ന് പറഞ്ഞ് കേരളം ഇപ്പോ നിവേദനം കൊടുത്തപ്പോ, നിരവധി തവണ ആവശ്യപ്പെട്ടപ്പോ അതുൾപ്പെടെ തള്ളിയിട്ട് നിൽക്കുമ്പോ ഒറ്റ അക്ഷരം മിണ്ടാതെ മലയാളികളൊക്കെ വിഡ്ഢികളാണെന്നാണോ കരുതിയത്? നിങ്ങൾ ഉണ്ടാക്കിയ നിയമം, നിങ്ങൾ ഇപ്പോഴും നിയമത്തെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഉണ്ട്. പാർലമെന്റിൽ പറഞ്ഞ ഒരു വാചകം പറയും, ഈ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിയമം ഉണ്ടാക്കുമ്പോ എന്തായിരുന്നു രാജ്യത്തിന്റെ സ്ഥിതി? ഇപ്പോൾ ഭേദഗതി വരുത്തണമെന്ന് പറഞ്ഞോ? ഇപ്പോൾ ഭേദഗതി വരുത്തണമെന്ന് പറഞ്ഞോ? താങ്കൾക്ക് എവിടെയാണ് പൊള്ളുന്നത്? താങ്കൾക്ക് എവിടെയാണ് പൊള്ളുന്നത്? സംശയം അല്ല, ഇപ്പോൾ ഭേദഗതി വന്നിട്ടില്ലേ? മോദിയുടെ കാലത്ത് വന്ന ഭേദഗതി എന്തായിരുന്നു? നിലപാട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? അഴിമതി പാർട്ടിയുടെ കാലത്ത് വന്ന ഭേദഗതി എന്തായിരുന്നു നിലപാട് പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് ഭരിക്കുന്ന കാലയളവിൽ ഭേദഗതി അഭിപ്രായം വന്നിട്ടുണ്ടോ? അഭിപ്രായം വന്നിട്ടില്ല. ഞങ്ങളെ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഇനി ഒരു കാര്യം കൂടി പറയാം, ശ്രീ വേണു, ഈ രീതിയിലാണ് ചർച്ച എങ്കിൽ പദാനുപദം മറുപടി പറഞ്ഞു പോകാനാണെങ്കിൽ മര്യാദ കാണിക്ക്. ഞാൻ പറയട്ടെ, എനിക്കൊരു മിനിറ്റ് സമയം അനുവദിക്കും, ഞാൻ പറയട്ടെ. എന്നിട്ട് താങ്കൾക്ക് എത്ര മിനിറ്റ് വേണം അനുവദിച്ചോ? ഞാൻ പറയുന്ന കാര്യത്തിന്റെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിൽ അതിന് മറുപടി പറയാൻ പറ്റില്ല എന്നുള്ള അത്രയും പ്രശ്നം താങ്കൾക്കുണ്ടോ? ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ താങ്കൾക്ക് അനുവദിക്കുന്ന സമയത്ത് മറുപടി പറയൂ സുഹൃത്തേ. ഞാൻ പറയുന്നത് അനുവദിക്കാതിരിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ പറയുന്ന മറുപടി പറയാൻ പിന്നെ ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ വന്ന് ഇരിക്കാമെങ്കിൽ താങ്കൾ ഈ അവസാനമെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ സൗമ്യമായി തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഏത് റൗണ്ടിലായാലും ശരി നിങ്ങൾക്ക് ഇപ്പോൾ മീഡിയ വൺ നൽകുന്ന ഈ പ്രിവിലേജ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് മീഡിയ വൺ ഇപ്പോ ശ്രീ വേണു ഉൾപ്പെടെ നൽകുന്ന പ്രിവിലേജ് ഉണ്ടല്ലോ, ആ പ്രിവിലേജ് ആണ് ഈ വലതുപക്ഷ രാഷ്ട്രീയം ആകെ കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ എത്താതിരിക്കാൻ അതിനുവേണ്ടി നിങ്ങൾ തടസ്സപ്പെടുത്തുന്നു, സൗകര്യമൊരുക്കുന്നു മീഡിയ വൺ. ഇതല്ലേ ചെയ്തിരിക്കുന്നത്? പറയട്ടെ, ആനയും പന്നിയും ഒക്കെ UDF-ലേക്ക് അങ്ങ് ചേർത്തേക്ക്, നിങ്ങളുടെ പ്രശ്നം കഴിഞ്ഞാൽ ആനയും പന്നിയും UDF-ലേക്ക് ചേർക്കണ്ട, ആ ഷെഡ്യൂളിൽ നിന്ന് മാറ്റണമെന്നുള്ള അഭിപ്രായം ചാനൽ ചർച്ചയിലല്ല പറയേണ്ടത്, പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് അതാണ് എന്നതടക്കമാണ് പറഞ്ഞത് അദ്ദേഹം. അതാണ് ശരി. വേഗം രാജു, വേഗം ജാഥയിലാണോ ശ്രീ വേണു പറയേണ്ടത്? അല്ലല്ല, ഇത്ര നേരം പറഞ്ഞിട്ട് അദ്ദേഹം അടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഞാൻ ഈ ചർച്ച ഒരു കാര്യം, ഒന്നാമത്തെ കാര്യമില്ല, ഞാൻ എന്താണ് ഈ രീതി എടുക്കാത്തതിന് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾ മാർച്ച് നടത്തിയത്.
പ്രേംകുമാറിന്റെയും സജീഷിന്റെയും യുക്തി വെച്ച് ഞങ്ങൾ ആ മാർച്ച് നടത്തേണ്ട ചെന്താമരയുടെ വീട്ടിലേക്കായിരുന്നു. എന്തൊരു അസംബന്ധമൊക്കെയാണ് ഈ പറയുന്നത്. KSEBയുടെ പരാജയത്തിന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം നമ്മൾ കണ്ട കാര്യമാണല്ലോ. ഇതെല്ലാം കണ്ട കാര്യമാണല്ലോ. 621.17 ലക്ഷം രൂപ ഈ നിലമ്പൂരിൽ മാത്രം ഉൾപ്പെടെ തടയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആനപ്രതിരോധ മതിൽ ഉണ്ടാക്കിയത് 2,46,000 ആനപ്രതിരോധ മതിൽ ഈ സർക്കാർ സ്വയം ഓരോ 621.17 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. അതാ നാട്ടിലെ ആളുകൾക്കറിയാം. നിങ്ങൾ പ്രിയങ്ക ഗാന്ധി ചെലവഴിച്ചത് പറയേ, MP ഫണ്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി ചെലവഴിച്ചത് പറയേ, 1 രൂപ ചെലവഴിച്ചിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി ചെലവഴിച്ചിട്ടുണ്ടോ പറയേ? ഇതിനൊന്നും മറുപടിയില്ലല്ലോ. രാഹുൽ ഗാന്ധി ചെലവഴിച്ചിട്ടുണ്ടോ? MP ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ടോ? പ്രിയങ്ക ഗാന്ധി ചെലവഴിച്ചിട്ടുണ്ടോ? പാർലമെന്റിൽ അതല്ലേ പറയുന്നത്. ഞങ്ങൾ ചെലവഴിച്ചതിന്റെ കണക്കുണ്ട്. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കണ്ടിട്ടില്ല. ആംബുലൻസ് മേടിച്ചു കൊടുത്തത് ഇല്ലേ? എവിടെ നിന്ന് സുഹൃത്തെ? ഇന്ത്യൻ പാർലമെന്റിൽ ഉൾപ്പെടെ ഒരു അക്ഷരം ഉണ്ടാതെ പ്രിയങ്ക ഗാന്ധി വന്നതിന് ശേഷം 1,34 ലക്ഷം രൂപയുടെ 1,34 ലക്ഷം അവരിങ്ങോട്ട് വന്നിട്ട് പോലുമില്ല. CSR ഫണ്ട് മേടിച്ച് ടെൻഡർ ചെയ്തിരിക്കുക. CSR ഫണ്ട് മേടിക്കേണ്ടി വരികയാണ് ഈ നാട്ടിൽ. നമുക്ക് നിശ്ചയിച്ച സമയം കഴിഞ്ഞു പോയി. ശരി, ഞാൻ ഇടപെടുകയാണ്. രണ്ടുപേരും സഹകരിക്കുക. ശരി സജീഷ്, വളരെയധികം നന്ദി. സജീഷ്, വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്പെഷ്യൽ എഡിഷനിൽ ഒരു ഇടവേള കൂടി സജീഷ് സഹകരിക്കാം.